ഈ സുപ്രഭാതം നിങ്ങൾക്ക് നല്ല ചിന്തയും നല്ല മോഹങ്ങളും തരുന്ന ദിവസമായി മാറട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മനസ്സിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കടന്നു പോകുന്ന ഏറ്റവും വലിയ ഇൻസ്പിറേഷനിൽ നിന്ന് തുടങ്ങാം. ഒരു ദിവസം ശശി തരൂർ എന്ന ഇന്ത്യൻ തിരുവനന്തപുരത്തെ MP ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. നാരായണമൂർത്തി എന്ന ഇൻഫോസിസ് എന്ന കമ്പനിയുടെ ഫൗണ്ടർ, അദ്ദേഹത്തിന്റെ മകൻ സ്കൂളിംഗ് കഴിഞ്ഞ് നിന്ന് +2 കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ പത്രപ്രവർത്തകർ അവരോട് ചോദിച്ചു, എന്താ ഇനി ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ മകന്റെ സ്കൂളിംഗ് കഴിഞ്ഞല്ലോ, ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാരായണമൂർത്തി പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിലെ ഏതെങ്കിലും ഒരു IIT-യിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്ന് ശ്രമിക്കും. ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ഈ നിങ്ങളുടെ നാട്ടിലെ സ്റ്റാൻഫോർഡിലോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രസന്റേഷൻ മോഡിൽ അല്ല, പവർ പോയിന്റ് പ്രസന്റേഷൻ മോഡിലല്ലേ? പ്രസന്റേഷൻ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലൈഡ് ഇതാകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് പർപ്പസ്. നാരായണമൂർത്തി പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജുകളിൽ ഒന്നായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിൽ ഏതെങ്കിലും ഒന്നിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്ന് നോക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അമേരിക്കയിലെ ഏറ്റവും നല്ല കോളേജുകളിൽ ഒന്നായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലോ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലോ പഠിപ്പിക്കും എന്ന് പറഞ്ഞു. ഒരുപാട് വാഗ്വാദങ്ങൾ ഉണ്ടാക്കിയ ഒരു ഡയലോഗായിരുന്നു അത്. പക്ഷേ ചരിത്രം എന്താ സ്ഥാപിച്ചെടുത്തത് എന്നറിയോ? ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല, അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 5 യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡിൽ വരുന്ന കാറ്റഗറിയിലുള്ള അമേരിക്കയിലെ ഈ സ്ഥാപനങ്ങളെ വെറും ഡെവലപ്പിംഗ് കൺട്രിയായ ഇന്ത്യയുടെ സ്ഥാപനങ്ങളുമായി കമ്പയർ ചെയ്യാൻ ഇന്ത്യക്ക് അത്രയധികം അത്രയധികം വളർച്ചയിലേക്ക് എത്താൻ സാധിച്ചു എന്നൊക്കെ ഒരുപാട് ചിന്തകൾ കടന്നുപോയ ഒരു ഡയലോഗാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? സംഭവിച്ചത് ഇത്രമാത്രം, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന വളരെ റിഗ്രസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് സെലക്ട് ആയതിനു ശേഷം വേണം, നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് IITസിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റൂ. അങ്ങനെ ആപ്ലിക്കേഷൻ അയക്കുന്നതിൽ 0.01% ആപ്ലിക്കൻസ് ആർ ഗെറ്റിംഗ് അഡ്മിഷൻ ഫോർ IITs ഇൻ ബിടെക് പ്രോഗ്രാം. അപ്പോൾ അങ്ങനെ വളർച്ചയുടെ അങ്ങനെ IITസിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നു, IITയിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. അവിടെ നിന്ന് നേരെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നു, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. കാരണം എന്താണെന്നറിയാമോ? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നവരിൽ 10 മുതൽ 11% വരെ ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഇന്ത്യയുടെ ഇന്റലക്ച്വൽ പവറിന്റെ ഏറ്റവും വലിയ തെളിവായി ഞാൻ അതിനെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ജോ ബൈഡന്റെ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത്, ജോ ബൈഡന്റെ ഇലക്ഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ, അമേരിക്കന്റെ ലാസ്റ്റ് പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ജോ ബൈഡൻ എലക്ട് ചെയ്ത സമയത്ത് ഇന്ത്യയെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധം നിലനിർത്തും എന്നുള്ളത്. അത് ഇന്ത്യയിലെ ഭരണകൂടത്തെയോ ഇന്ത്യയിലെ വലിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയയോ ഇന്ത്യയുടെ പ്രത്യേകതകളോ ഉണ്ടെന്നുമല്ല, ഇന്ത്യയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അതെന്താണെന്നറിയാമോ? ഇന്ത്യയിലെ യുവത്വത്തിന്റെ പവർ കണ്ടിട്ടാണ്. ഇന്ത്യയിലെ 25 വയസ്സിന് താഴെ പ്രായമുള്ള 55 crore പീപ്പിൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് 6 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ സ്കൂൾ ഗോയിങ് ആയിട്ട് 25 കോടിയിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജോ ബൈഡൻ ഇന്ത്യയോടല്ല ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും എന്നുള്ളതാണ്. ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള കാരണം ഇന്ന് എൻ്റെ വോയിസ് കേൾക്കുന്ന ഓരോ ആൾക്കാരുടെയും ഓരോ വ്യക്തികളുടെയും പ്രാഗൽഭ്യവും കപ്പാസിറ്റിയും സ്വപ്നം കാണാനുള്ള ആഗ്രഹവും ഇന്ന് ഈ ഗൂഗിൾ മീറ്റിൽ 100 പേര് ഫുള്ളായിട്ട് 10 മണിക്ക് സാറ്റർഡേ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പവറിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ സിസ്റ്റം ഓഫ് ആവുകയാണെങ്കിൽ അടുത്ത സിസ്റ്റത്തിലേക്ക് കയറിയിട്ടായിരിക്കും ചെയ്യുന്നത്. സിസ്റ്റം മിക്കവാറും ഉടനെ ഓഫ് ആകും. 10 മണിക്ക് മുന്നേ കറണ്ട് വരുമെന്ന് പറഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ചെറിയ ബ്രേക്ക് വരും, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മളെ ഓരോരുത്തരെയും കണ്ടിട്ടാണ് ഈ പറയുന്ന ലോകത്തിന്റെ പോലീസുകാരൻ അറിയപ്പെടുന്ന ജോ ബൈഡൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതിന്റെ ഒരു പ്രത്യേകത വീണ്ടും പുറകിലേക്ക് പോയി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ആള് ഇന്ത്യക്കാരനാണ്. ആ ഇന്ത്യക്കാരന്റെ പേര് സുന്ദർ പിച്ചൈ എന്നാണ്, ഗൂഗിളിന്റെ CEO. അമേരിക്കയിലെ ഏത് കമ്പനികൾ എടുത്തു നോക്കിയാലും അവിടുത്തെ കൂടുതൽ സിഇഒമാർ ഇന്ത്യക്കാരാണ്. ലോകത്തെ 2ാമത്തെ വലിയ കമ്പ്യൂട്ടർ കമ്പനി മൈക്രോസോഫ്റ്റിന്റെ CEO സത്യ നദല്ലെ ആന്ധ്രാപ്രദേശുകാരനാണ്. പെപ്സിക്കോയെ ഇത്രയധികം വളർത്തി വലുതാക്കിയ പെപ്സിക്കോയുടെ CEO ആയിരുന്ന ഇന്ദിരാ നൂയി ഇന്ത്യക്കാരിയാണ്. യെസ്, കറണ്ട് വന്നു. ഞാനും വളരെ സന്തോഷം. സിസ്റ്റം ചേഞ്ച് ചെയ്യേണ്ടി വന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ദിരാ നൂയിയാണ് അമേരിക്കയിലെ 30% ഡോക്ടേഴ്സ് ഇന്ത്യക്കാരാ.
ലോകത്തെ ഏറ്റവും വലിയ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനായ നാസ, അമേരിക്കയുടെ നാസയിലെ 34% എഞ്ചിനീയേഴ്സ് ഇന്ത്യക്കാരാണ്. ഇതാണ് ജോ ബൈഡൻ ആദ്യമായി പേടിച്ച സത്യാവസ്ഥ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കപ്പാസിറ്റി എന്നുള്ളതിനെ കുറിച്ച് മാത്രം ഇന്ന് ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോകം മാറുന്നു എന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് എവിടെയാണെന്നറിയാമോ? മേലെപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമ നിങ്ങൾ ഓരോരുത്തരും കണ്ടിരിക്കും. അന്നിന്റെ കാലഘട്ടത്ത്, അന്നിന്റെ വ്യവസ്ഥിതിയിൽ ഒരു കുറെ ലാൻഡും അതിൻ്റെ കൂടെ കൃഷിയും കുറെ സമ്പാദ്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇടുങ്ങിക്കൂടിയ അല്ലെങ്കിൽ ഒരു കൊച്ചു ഗ്രാമത്തിന്റെ അധിപനായ ഒരു കുടുംബമായിട്ട് വളർന്നു വന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അതല്ല. ലോകം ഗ്ലോബലൈസേഷന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് അനുഭവിക്കുന്ന ഈ സമയത്ത് ആമസോൺ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ വാഷിങ്ടണിലോ ഹെഡ് ഓഫീസുള്ള ആമസോണിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാഞ്ഞിരപ്പള്ളി പോലെയുള്ള ന്യൂക്ക് ആൻഡ് കോർണർ ഓഫ് ഇന്ത്യയിലും കൂടെയാണ് എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഗ്ലോബലൈസേഷന്റെ പവർ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ആശയം, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു പവർ ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറ്റി വെറുതെ ഒന്ന് സ്വപ്നങ്ങൾ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾ നമ്മളായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേലെപ്പറമ്പിൽ ആൺവീടും ആമസോണും ഒക്കെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ജെഫ് ബോസിനെ പോലെ ഇത്രയധികം കാശുണ്ടാക്കി ഇത്രയധികം ബിസിനസ് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ആണോ നമുക്കുള്ളത് എന്നായിരിക്കും സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്താഗതി. ഞാൻ ജെഫ് ബോസിനെ കുറിച്ചോ റിലയൻസിനെ കുറിച്ചോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ വളരാമെന്നും നമ്മളെ കാണിച്ചു തന്ന വ്യക്തികളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് അറിയാവുന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ലേബർ ഇന്ത്യയുടെ പ്രസാധകനായ ജോർജ് കുളങ്ങര സാറാണ്. ജോർജ് കുളങ്ങര സാറിനുണ്ടായ ഒരു ചെറിയ സ്വപ്നത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മരങ്ങാട്ടുപള്ളിയിലെ ലേബർ ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനായ ജോർജ് കുളങ്ങര സാറ്. ജോർജ് കുളങ്ങര സാറിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് അറിയാവോ? ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ മോഹം. അത് ഈ സമയത്ത് ഈ കോഴ്സ് പഠിക്കും നിങ്ങളുടെ PG UG ഉള്ള പിള്ളേരുണ്ടാകും, കുറച്ച് പാരന്റ്സോ അല്ലെങ്കിൽ വേറെ കോളേജിലെ പിള്ളേരൊക്കെ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും ആ കാലഘട്ടത്തിന്റെ സ്വപ്നങ്ങളുടെ പവറാണ് ഞാൻ നിങ്ങൾക്ക് തെളിവായി കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ജോർജ് കുളങ്ങര സാറ് ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മോഹം, ഒരു കോളേജിന്റെ പ്രിൻസിപ്പൾ ആകണം. യാതൊരു കാരണവശാലും UGC അന്ന് ഡിഗ്രി കഴിഞ്ഞ ഒരാളിനെ പ്രിൻസിപ്പൾ ആക്കാൻ പറ്റില്ല, ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയാവോ? അദ്ദേഹം ചെയ്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് ഒരു കോളേജിന്റെ പ്രിൻസിപ്പൾ ആയേ തീരൂ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കോളേജ് സ്ഥാപിക്കാൻ പോകുന്നു. അന്ന് ഡിഗ്രി കഴിഞ്ഞ വലിയ സാമ്പത്തികമൊന്നും ഇല്ലാതിരുന്ന അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയാവോ? ഒരു പാരലൽ ട്യൂട്ടോറിയൽ തുടങ്ങുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അന്ന് മനസ്സിലെ മോഹങ്ങൾക്ക് ഒരുപാട് സമസ്യകൾ ഉണ്ടായിരുന്നു, ഒരു ഹൊറൈസോൺസ് ഇല്ലാത്ത ഒരു മോഹങ്ങളായിരുന്നു. അദ്ദേഹം ആ ട്യൂട്ടോറിയൽ തുടങ്ങിയിട്ട് ആദ്യം ചെയ്തത് എന്താണെന്നറിയാവോ? ആദ്യം ചെയ്തെടുത്തത് ആ ട്യൂട്ടോറിയൽ മറ്റുള്ള ട്യൂട്ടോറിയൽസിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു പ്രത്യേകത. എന്ത് പ്രത്യേകത എന്നറിയാവോ? ഒരു വർഷത്തെ നോട്ട് ഒന്നിച്ച്, അന്ന് സൈക്ലോസ്റ്റേറ്റ് ആണ്, ടൈപ്പ് റൈറ്റിംഗ് പോലും ഇല്ലാതെ അത്രയധികം പ്രശസ്തിയിലായിട്ടില്ലായിരുന്ന കാലഘട്ടം. സൈക്ലോസ്റ്റേറ്റ് എടുത്ത് ഈ പിള്ളേർക്ക് എല്ലാവർക്കും ഒരു വർഷത്തെ നോട്ട് കൃത്യമായിട്ടും കൊടുക്കുമായിരുന്നു. ഇതാണ് പ്രത്യേകത. അങ്ങനെ കൊടുത്തിരിക്കുന്ന ട്യൂട്ടോറിയലുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം വീട്ടിൽ നിന്ന് മരങ്ങാട്ടുപള്ളിയിലേക്ക് ട്യൂട്ടോറിയൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൽ പറമ്പിൽ പണിയെടുക്കാൻ വന്ന ലേഡീസ് നേരത്തെ വന്ന് അവിടെ ഇരുന്ന് എന്തോ വായിക്കുന്ന കണ്ടു. ബസ്സിൽ നിന്ന് കഴിഞ്ഞ് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി മംഗളം എന്ന വാരികയാണ് എന്നുള്ള കാര്യം. ഈ മംഗളം വാരികയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചെറിയ ചിന്താഗതി എന്ന് കടന്നുപോയി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലേഡീസ് ഇത്ര നേരത്തെ വന്ന് ഈ മംഗളം വാരിക വായിച്ചു നോക്കുന്നത്? മംഗളം വാരിക വായിക്കാൻ, പൈങ്കിളി കഥകളുള്ള മംഗളം വാരിക വായിക്കാൻ അന്നത്തെ കുടുംബനാഥന്മാര് വീട്ടിലിരുന്ന് സമ്മതിക്കാത്തത് കാരണം 1 മണിക്കൂറോളം നേരത്തെ വന്ന് പറമ്പിലിരുന്നിട്ട് ഈ മംഗളം വാരിക വായിക്കാൻ എന്താണ് കാരണം? ഇതാണ് ഒരു യങ്സ്റ്റേഴ്സിന്റെ പവറായിട്ട് ഞാൻ കാണുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ, നമ്മളോട് ചോദിക്കാൻ, നമ്മുടെ സമൂഹത്തോട് ചോദിക്കുന്നതിനേക്കാൾ നമുക്ക് നമ്മളോട് ചോദിക്കാനുള്ള കപ്പാസിറ്റിയാണ് സ്വപ്നം കാണാനുള്ള കഴിവ്. ആ കഴിവ് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് കൂടുതലായതുകൊണ്ടാണ് ലോകം ഭരിക്കുന്ന പൊസിഷനിലേക്ക് ഇന്ത്യക്കാർക്ക് എത്താൻ സാധിച്ചിരിക്കുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രോസസ് അല്ല എന്നും കൂടെ ഞാൻ പറയാം. ഞാനിവിടെ നിങ്ങളടുത്ത് ഇന്ത്യയുടെ യുവാക്കളുടെ കണക്ക് പറഞ്ഞു, ലോകത്തെ ഏറ്റവും സാലറി വാങ്ങുന്ന ആൾക്കാരുടെ കണക്ക് പറഞ്ഞു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നളന്തയും തക്ഷശിലയും ഉണ്ടായിരുന്ന സമയത്ത് ഹിമാലയം നടന്നു കയറി ഇറങ്ങി വന്ന് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻസും ഏഷ്യയിലെ മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാരും ശ്രമിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. നളന്തയും തക്ഷശിലയും കത്തിച്ചു കളയാൻ
പറയാൻ വേണ്ടിയിട്ട് മാസങ്ങൾ എടുത്തു എന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം. ഇന്ന് നളന്ദയും തക്ഷശിലയും നിലനിന്നിരുന്നുവെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സ്ഥാപനം, ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നളന്ദയും തക്ഷശിലയും ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇന്ന് നാസ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് ജ്യോതിശാസ്ത്രമാണ് ഏറ്റവും കൂടുതൽ വളർന്ന ശാസ്ത്ര വിഭാഗം ഇന്ത്യയിൽ. ആ ജ്യോതിശാസ്ത്രത്തിന് ഇവിടുന്ന് സണ്ണിലേക്ക് എത്ര ദൂരമുണ്ട്, സണ്ണിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, സണ്ണിന്റെ മാസ് എത്രയാണ്, മാസിന്റെ പ്രത്യേകതകൾ എന്താണ്, സോളാർ സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെയുള്ള വലിയ നോളജ് ഡേറ്റാബേസ് ഇന്ത്യക്ക് അവൈലബിൾ ആയിരുന്നത് കൊണ്ടാണ് ഈ ഹിമാലയം കയറി ഇറങ്ങി നടന്ന്, തണുത്തുറഞ്ഞ ഹിമാലയം നടന്ന് കയറി ഇറങ്ങി ഇന്ത്യയിൽ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ യുവത്വം കാത്തിരുന്നത് എന്നുള്ളതാണ് ഞാൻ എൻ്റെ അഹങ്കാരത്തോടുകൂടെ, ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള ഏറ്റവും വലിയ അഹങ്കാരത്തോടുകൂടെ ഇന്നിന്റെ യുവാക്കളോട് സംസാരിക്കുന്നത്. അങ്ങനെ വലിയൊരു ഹെറിഡിറ്ററിയുടെ, വലിയൊരു പാരമ്പര്യത്തിന്റെ പ്രസന്റ് കണ്ണികളാണ് നമ്മൾ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സത്യം. ആ കണ്ണികളുടെ പ്രത്യേകതയിലേക്കാണ് ഞാൻ വീണ്ടും മരങ്ങാട്ടുപള്ളിയിലേക്ക് വരുന്നത്. ഈ മരങ്ങാട്ടുപള്ളിയിലെ സാറിങ്ങനെ ജോർജ് കുളങ്ങര സാറ് യാത്ര ചെയ്യുന്ന സമയത്ത് മംഗളം വാരിക കണ്ടു. മംഗളം വാരികയെ കണ്ടു കഴിഞ്ഞ സമയത്ത് അദ്ദേഹം വെറുതെ ഒന്ന് അതിനെക്കുറിച്ച് പിന്നിലോട്ട് ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഈ അമ്മമാർക്ക്, ഇവർക്ക് ഈ പൈങ്കിളി കഥകളുടെ ഒരു മാഗസിൻ, അത് ഒരു മംഗളം വാരികയുടെ പ്രത്യേകത അറിയാം, വീക്കിലിയാണ്, തുടർ കഥകളാണ്, തുടർ നോവലുകളാണ് അതിനകത്തുള്ളത്. ഈ തുടർ നോവലുകളിന് പകരം അന്ന് സുധാകർ മംഗളോദയം ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു നോവല് ഫ്രീ ആയിട്ട് വാങ്ങി ഒരു വലിയ ബുക്കായിട്ട് പ്രിന്റ് ചെയ്ത് ഇവരുടെ വീട്ടിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവർ ആദ്യം മുതൽ അവസാനം വരെ ഇത്ര ക്യൂരിയോസിറ്റിയോടുകൂടെ ഇരുന്ന് വായിച്ചു നോക്കുമോ? ഇത് സ്വാഭാവികമായിട്ട് തന്നോട് തന്നെ ചോദിച്ച ചോദ്യമാണ്. അതിന് ഉത്തരം എന്താണെന്ന് അറിയാമോ? ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ അമ്മമാരെ വീണ്ടും വീണ്ടും ഇത് വായിക്കാൻ ശ്രമിക്കുന്നത്? ഈ വായിക്കാൻ ശ്രമിക്കുന്നതിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്തിട്ട് അടുത്ത ആഴ്ചയിലേക്ക് അതിന്റെ ബാക്കി ഭാഗം മാറ്റിവെക്കുന്നു. ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, ഒരു തുടർക്കഥയാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ അമ്മമാർക്ക് ഇത്രയധികം ആകാംക്ഷ തോന്നുന്നത്, ക്യൂരിയോസിറ്റി തോന്നുന്നത് എന്ന വാസ്തവം അദ്ദേഹത്തിന് ചിന്തിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അടുത്ത പ്രോസസ്സ്, ആ പ്രോസസ്സിലാണ് നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയുടെ യുവാക്കൾ എന്നുള്ള നിലയ്ക്ക് ആ പ്രോസസ്സിലേക്കാണ് നമ്മൾ തിരിഞ്ഞു വരേണ്ടത്. അപ്പോൾ അടുത്ത അദ്ദേഹം എന്താ ചെയ്തെന്ന് അറിയാമോ? അങ്ങനെയാണെങ്കിൽ ഈ കണ്ടിന്യൂറ്റിയുടെ അഡ്വാൻറ്റേജ് എനിക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? അതാണ് അടുത്ത പ്രോസസ്സ്. ഈ പറയുന്ന അദ്ദേഹം എന്താ ചെയ്തെന്ന് അറിയാമോ? ഈ പറയുന്ന മംഗളത്തിന്റെ ഈ കണ്ടിന്യൂറ്റി അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ കൊടുക്കുന്ന നോട്ടുമായിട്ട് കമ്പയർ ചെയ്തു എന്നുള്ളതാണ്. ട്യൂട്ടോറിയൽ കൊടുക്കുന്ന നോട്ടുമായിട്ട് കമ്പയർ ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെയാ കമ്പാരിസൺ വന്നതെന്ന് അറിയാമോ? ഒരു വർഷത്തെ നോട്ട് ഞാൻ ആദ്യം പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി എന്ത് ബുദ്ധിമുട്ടാ, സ്റ്റാഫിനെ കൊണ്ട് അതെല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാ. അതാണ് പ്രോബ്ലം നമ്പർ 1. പ്രോബ്ലം നമ്പർ 2 എന്താണെന്നറിയാമോ? ഇവരൊക്കെ എല്ലാവർക്കും ഇത് പ്രിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ മാസം 2 മാസം വന്ന് ഫീസ് തന്ന് ഈ നോട്ട് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ട്യൂട്ടോറിയലിന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നമാണ്. ഇതാണ് പ്രോബ്ലം നമ്പർ 2. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ മംഗളം വാരിക കൊടുക്കുന്നത് പോലെ മന്ത്ലി ആക്കിക്കൂടാ? ഈ നോട്ട് എല്ലാ മാസവും ഫീസ് വരുന്നതിന് തൊട്ട് മുന്നേ അവർക്ക് അന്ന് പ്രിന്റ് എടുക്കാനും ഫോട്ടോ കോപ്പി എടുക്കാനും സെറോക്സ് എടുക്കാനും എന്നുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് നിങ്ങൾ ഫീസ് തരുന്ന സമയത്ത് ആ മാസത്തെ നോട്ട് നിങ്ങൾക്ക് കയ്യിൽ തരും. അങ്ങനെ ഒരു സിസ്റ്റമായിട്ട് മന്ത്ലി ബേസിൽ കൺവേർട്ട് ചെയ്തെടുത്താൽ എനിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകില്ല എന്ന് തോന്നിയത് സാധാരണക്കാരായ അമ്മമാരുടെ മംഗളം വായനയിലുള്ള ക്യൂരിയോസിറ്റി. ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ക്യൂരിയോസിറ്റി ഉണ്ടാകും. ആ ക്യൂരിയോസിറ്റി അവിടെ നിന്നില്ല, അടുത്ത ലെവലിലേക്ക് എങ്ങനെ പോയി എന്നറിയാമോ? ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വി ഗൈഡും അസിസി ഗൈഡും ഒക്കെ ആണ് ഇന്ന് ഞങ്ങൾക്ക് ഗൈഡായിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ആ വി ഗൈഡും അസിസി ഗൈഡും തരുന്നത് എന്താണെന്നറിയാമോ? ഒരു വർഷത്തെ നോട്ട് കംപ്ലീറ്റ് പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ തരും. ഈ ഒരു വർഷത്തെ നോട്ട് ഇങ്ങനെ ഒന്നിച്ച് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഒരു കുറച്ച് ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് മാഗസീൻ ആക്കിയാൽ, അല്ലെങ്കിൽ ബൈ വീക്ക്ലി ആക്കി കഴിഞ്ഞാൽ എനിക്ക് അതൊരു ബിസിനസ് ആക്കി മാറ്റാമല്ലോ എന്ന ചിന്താഗതിയോടുകൂടെയാണ് അസിസി ഗൈഡിൽ നിന്നും വി ഗൈഡിൽ നിന്നും ഈ പറയുന്ന ലേബർ ഇന്ത്യ പ്രസ്ഥാനത്തിലേക്ക് നടന്നു നീങ്ങുന്നത്. ഇതാണ് സ്വപ്നം കാണല്, ഇതാണ് ആഗ്രഹം. ഇത് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോകത്തെ ഏറ്റവും കരുത്തരായ ആൾക്കാർ യുവാക്കളാണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ആ യുവത്വത്തിന്റെ വേരുറപ്പാണ്, ആ യുവത്വത്തിന്റെ കെട്ടുറപ്പാണ് ജോ ബൈഡനെ ഇന്ത്യയുടെ മുന്നിൽ നമിച്ചു നിർത്തിയത് എന്ന് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചിന്തിച്ചെടുക്കും. അവിടെ തീരുന്നില്ല ലേബർ ഇന്ത്യയുടെ കഥ. ലേബർ ഇന്ത്യ ആ പ്രസ്ഥാനത്തിന്റെ ഉയർച്ചയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ സഫാരി ചാനൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ബി സ്കൂളും അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളും അങ്ങനെ തുടങ്ങിയ ഒരു ചെറിയ രീതിയിലുള്ള ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് മാറാൻ ആ കുടുംബത്തിന് സാധിച്ചത് ആ പിതാവിന്റെ ഇതുപോലെയുള്ള സാധാരണക്കാരന്റെ ചുറ്റുപാടുകളിൽ നിന്ന് വേറിട്ടെടുത്ത ചിന്താഗതികളുടെ അവിടുത്തെ ഔട്ട്പുട്ടാണ് എന്ന് ഞാൻ ചിന്തിക്കും. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇന്നും നിലനിൽപ്പുണ്ട്. ഈ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയത് എങ്ങനെയാണെന്ന് അറിയാവോ? ഈ സാഹചര്യങ്ങൾ ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇതൊക്കെ വൺസ് ഇൻ എ വൈൽ സംഭവിച്ച മാസ്റ്റർ പീസ് ഇൻസിഡൻസ് അല്ലേ എന്ന് ചോദിക്കും.
അതിന്റെ നമ്മൾ ആ ഒരു ചുറ്റുപാടിലൂടെ ആ എക്കോസിസ്റ്റത്തിലൂടെ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ പറ്റുന്ന യുവാക്കളുടെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പുതിയ പുതിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ഈ പുതിയ പുതിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ഈ ഒരു ചുറ്റുപാടിലൂടെ വളർന്നു വന്ന സന്തോഷ് ജോർജ് കുളങ്ങര സാർ എന്താ ചെയ്തതെന്ന് അറിയാവോ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് അടുത്തുള്ള കോളേജുകളിൽ അന്ന് ആ സമയത്ത് പ്രിന്റഡ് മാഗസിൻ, കോളേജ് മാഗസിൻ ഇറക്കുക എന്ന് പറഞ്ഞാൽ ആ കോളേജ് മാഗസിൻ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ പ്രൗഡായിരുന്നു. അന്ന് അത്രയധികം സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര സാർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സന്തോഷ് ജോർജ് കുളങ്ങര സാർ എല്ലാ കോളേജുകളിലെയും മാഗസിൻ കമ്മിറ്റി, നിങ്ങൾക്കറിയാം മാഗസിൻ കമ്മിറ്റി ഉണ്ടാകും, മാഗസിൻ കമ്മിറ്റിയുടെ കോർഡിനേറ്റേഴ്സിനെ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ മാഗസിൻ എനിക്ക് കൊട്ടേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ചീപ്പ് പ്രൈസിന് ഒരു കളർ കോപ്പിയായിട്ട് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് കൊണ്ടുതരാം. അതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തിയ വഴി എന്താണെന്നറിയാവോ? അദ്ദേഹം ശിവകാശിയിലെ പ്രിന്റിംഗ് പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടു. ശിവകാശിയിൽ ഏതെങ്കിലും പ്രിന്റിംഗ് പ്രസ്സുമായിട്ട് ഒരു എഗ്രിമെന്റിൽ എത്തിക്കാണും, ഞാൻ കേരളത്തിലെ പ്രിന്റിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാം, നിങ്ങൾ എനിക്ക് ചീപ്പ് പ്രൈസിനും പ്രിന്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന്. അദ്ദേഹം ശിവകാശി പോയി പ്രിന്റ് എടുത്തിട്ട് വന്ന് ഈ നമ്മുടെ സെന്റ് തോമസ് കോളേജ് പാലാ മുതൽ CMS കോളേജ് കോട്ടയം വരെയുള്ള സാധാരണ കോളേജുകളിലെല്ലാം ഇതുപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അന്ന് ചെറിയൊരു കുറെ എക്സ്പെൻഡിച്ചറിനുള്ള കാശ് നേടാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. അവിടെ തുടങ്ങുന്നു യാത്ര, അവിടെ തുടങ്ങുന്നു മോഹം, അവിടെ തുടങ്ങുന്നു സ്വപ്നം. ഞാൻ ചിന്തിച്ചെടുത്തത് ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു പക്ഷേ നമ്മുടെ തെങ്കാശിക്ക് പോകുന്ന, നമ്മുടെ പുനരൂരിൽ നിന്ന് തെങ്കാശിക്ക് പോകുന്ന ആ കാട്ടിനിടയിൽ കൂടെ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ആ കിളികളുടെയും ആ പുഴയുടെ നാഥവും ആ കാട്ടിന്റെ സൗന്ദര്യവും ഒക്കെ കണ്ടപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ പുതിയ പുതിയ ആശയങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അദ്ദേഹം കോളേജ് ജീവിതമൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരു ചെറിയൊരു പ്രസ്ഥാനം തുടങ്ങണം, ഒരു ചെറിയ പ്രസ്ഥാനമല്ല, അത് TV-യിൽ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരാഗ്രഹം. അന്ന് ദൂരദർശൻ മാത്രം നിലനിൽക്കുന്ന കാലഘട്ടം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിലും ഞാനൊന്ന് കണക്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ദൂരദർശൻ നിലനിൽക്കണം, ദൂരദർശൻ മാത്രമുള്ള കാലഘട്ടം. ദൂരദർശൻ അന്ന് 20,000 രൂപ കൊടുക്കും ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടി, അരമണിക്കൂർ ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടി. ഈ 20,000 രൂപ ഹീറോയ്ക്കോ ഹീറോയിനോ സപ്പോർട്ടിംഗ് ആക്ടേഴ്സിനോ എഡിറ്റേഴ്സിനോ ഒന്നും കൊടുക്കാൻ തികയാത്തത് കാരണം അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഞാൻ ഒറ്റയ്ക്ക് ഒരു ക്യാമറ എടുത്തിട്ട് ഈ 20,000 രൂപയ്ക്ക് എന്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് പാലക്കാടിന്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാലക്കാടിനടുത്തുള്ള ഏതോ ഒരു ലൊക്കേഷന്റെ സ്പെഷ്യാലിറ്റി വിവരിക്കുന്ന അരമണിക്കൂറിലെ പ്രോഗ്രാം ചെയ്തു തുടങ്ങിയ ആളാണ് ഇന്ന് സഫാരി ചാനലിന്റെ ഭാഗമായിട്ട് 100-ൽ കൂടുതൽ രാജ്യങ്ങൾ സഞ്ചരിച്ച് ഈ ലോകത്തിന്റെ വ്യത്യസ്തതകൾ, ഈ ലോകത്തിന്റെ പ്രത്യേകതകൾ ഒരു എന്റർപ്രൈസസിംഗ് യൂണിറ്റ് ആയിട്ട് സഫാരി ചാനലായിട്ട് മലയാളിയുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് എന്നോർക്കുമ്പോഴാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷത്തിന്റെ പ്രാധാന്യം എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. വളരെ കൃതാർത്ഥതയോടെ, വളരെ സന്തോഷത്തോടെ ഇന്ത്യയുടെ യുവാക്കളോട് സംസാരിക്കുന്ന ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. വെറും പ്രിന്റിംഗ്, ഒരു മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ലേബർ ഇന്ത്യയിലെത്തി. ലേബർ ഇന്ത്യയിൽ ആ ഒരു ചുറ്റുപാടിലൂടെ ജീവിച്ച സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് 20,000 രൂപയ്ക്ക് ഒരു ഇന്ന് സഫാരി ചാനൽ പോലുള്ള ഒരു പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടിയിട്ട് മറ്റുള്ള കോളേജിന്റെ മാഗസിൻ പ്രിന്റ് ചെയ്തെടുക്കുന്നത് കൊട്ടേഷൻ എടുത്ത് വർക്ക് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് തുടക്കം. അതുകൊണ്ട് തന്നെ തുടക്കത്തെക്കുറിച്ച് നിങ്ങൾ യാതൊരു വിധമായ ആകുലതയും വേണ്ട. ഈ നാളെയുടെ ദിവസങ്ങളെക്കുറിച്ച്, നാളെയുടെ ജീവിതങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാൻ ഇന്നിന്റെ യുവത്വത്തിന് സാധിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ഭാവുധേയം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഔട്ട്പുട്ട് ആയിരിക്കും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അപ്പോഴും ഒരു സംശയം, നമ്മുടെ ഈ കാലഘട്ടം, ഞാൻ മേലെപ്പറമ്പിൽ ആൺവീടിനെയും ഇന്നത്തെ ആമസോണിനെയുമാണ് കണക്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് പോസിബിൾ ആണോ? ഈ പോസിബിലിറ്റിക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു തരാം. എങ്ങനെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ ഡെവലപ്പ് എടുക്കേണ്ടത്? ഇന്ന് നിങ്ങൾ കാഞ്ഞിരപ്പള്ളിയുടെ അല്ലെങ്കിൽ കോട്ടയം, ഇടുക്കി ഭാഗങ്ങളിലെ ഓരോ വീടുകളിൽ ഇരുന്നിട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മധുരമുള്ള കുറെ സ്വപ്നങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുമോ? ആ സ്വപ്നങ്ങൾ കൊയ്തെടുത്തു കഴിഞ്ഞാൽ ആ സ്വപ്നങ്ങളായിരിക്കും നാളെ നിങ്ങൾ ആരാകണം എന്ന് തീരുമാനിക്കപ്പെടേണ്ടത്. അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മലയാളികളുടെ സ്വർഗരാജ്യം എന്നറിയപ്പെടുന്ന ഗൾഫ്, പ്രത്യേകിച്ച് UAE അല്ലെങ്കിൽ ദുബായ് എടുക്കുക, ദുബായ് എന്ന എമിറേറ്റ്സ് എടുക്കുക. ദുബായ് എമിറേറ്റ്സിന് ഒരു പ്രത്യേകത ഉള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആവറേജ് ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പച്ചപ്പിന്റെ മുകുളങ്ങൾ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ സീഷോറിൽ പോകുന്ന സമയത്ത് കര കാണാ കടലല മേലെ എന്ന് പറയുന്നത് പോലെ മണലാരണ്യങ്ങളുടെ ഒരു കൂമ്പാരമായിരിക്കും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അവിടെ അവർ ചെയ്തെടുത്തേക്കുന്ന പ്രത്യേകതകൾ എന്ത് എന്നുള്ളതാണ്. ഞാൻ അതിനു മുന്നേ ഈ ദുബായിയെ കുറിച്ച് അല്ലെങ്കിൽ UAE കുറിച്ച് ഒരു പ്രത്യേകത കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം.
ഞാനിങ്ങനെ ഷെയർ ചെയ്യാനുള്ള കാരണം, ഞങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് സാമ്പത്തികമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്റർപ്രൈസിംഗ് ഫാമിലിയിൽ നിന്നല്ല ഞാൻ വരുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചുറ്റുപാടുകളെ കുറിച്ച് അറിയില്ല. കർഷക കുടുംബങ്ങളാണ് കാഞ്ഞിരപ്പള്ളിയിലും ഇടുക്കിയിലും ഒക്കെ കൂടുതൽ. ഈ കാർഷിക രംഗത്തെ കുറിച്ചാണ് ഞാൻ കൂടുതൽ അറിയുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചിന്താഗതി. അവിടെ ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് പിന്നീട് രണ്ടാമത് കടന്നു വരാം. ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രതിബന്ധങ്ങൾ മാത്രമുള്ള വെറും 10 ലക്ഷം ആൾക്കാർ മാത്രം താമസിക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യത്തെ കുറിച്ചാണ്, എന്ന അസോസിയേഷൻ ഓഫ് കൺട്രീസിനെ, എമിറേറ്റ്സിനെ കുറിച്ചാണ്. ഈ അസോസിയേഷൻ ഓഫ് എമിറേറ്റ്സിൽ വെറും 10 ലക്ഷം ആൾക്കാരുള്ള സമയത്ത് 90 ലക്ഷം ഔട്ട്സൈഡേഴ്സ്, മൈഗ്രൻസ് ആ രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഈ 90 ലക്ഷം മൈഗ്രൻസ് വന്നിട്ടാണ് അവിടെ ഓരോ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങിയിട്ടുള്ളത്. ആ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങാനുള്ള എല്ലാ സാഹചര്യവും ചെയ്തു കൊടുക്കാൻ അവിടുത്തെ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ വളരെ കൃതാർത്ഥതയോടെ കാണുന്നു, ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചു. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് രാജ്യത്തിൽ നിന്ന് വേണമെങ്കിലും ഇവിടെ വന്ന് നിങ്ങൾക്ക് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങാം. ഞങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരും. അങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്ക് അവർ എന്താ ഒരുക്കി കൊടുത്തത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരൊരുക്കി കൊടുത്തത്, ഞാൻ നമ്മുടെ യൂസഫ് അലിക്കും രവി പിള്ള എന്ന ഹോട്ടൽ സാമ്രാജ്യത്തിന്റെ ഓണറായ രവി പിള്ളയ്ക്കും, സണ്ണി വർക്കി എന്ന എഡ്യൂക്കേഷണലിസ്റ്റിനും, ജോയ് ആലൂക്കാസ് എന്ന ഗോൾഡ് മർച്ചന്റിനും, ആസാദ് മൂപ്പൻ എന്ന മെഡിക്കൽ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പ്രസ്ഥാനത്തിന്റെ ഓണറായ ആസാദ് മൂപ്പനും, അല്ലെങ്കിൽ നിപ്പോൺ ടയോട്ടയുടെ ഓണറായ ആസാദ് മൂപ്പനും, പി മുഹമ്മദ് അലി എന്ന ഗൾഫാർ എന്ന കമ്പനിയുടെ ഓണറായ പി മുഹമ്മദ് അലിക്കും ഒക്കെ ഇന്ത്യയിലെ പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ചെന്ന് പ്രസ്ഥാനങ്ങൾ തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ഈ പറയുന്ന വെറും 10% മാത്രം നേറ്റീവ് ആൾക്കാരുള്ള 89% മുതൽ 90% വരെ മൈഗ്രൻസിനെ അക്കോമഡേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ അവരുടെ ഭരണകർത്താക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ഒരു ഡൈവേർഷൻ എടുക്കുന്നു. എന്താ ഈ ഇത്രയും പേർക്ക് ഇത് സാഹചര്യങ്ങൾ കൊടുക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഇന്ന് ലോകം ഇന്ത്യയെ നമിക്കുന്നതോ ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്നതോ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ വളർച്ച ഇന്ന് പ്രാപിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ്. ഈ സാമ്പത്തിക രംഗത്തെ വളർച്ച ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ റീസൺ എന്താണെന്നറിയാമോ? ഇന്ത്യയുടെയും ചൈനയുടെയും പോപ്പുലേഷനാണ്. അത്ര വലിയ ട്രേഡിംഗ് നടക്കും, അത്രയധികം മണി ഫ്ലോ നടക്കും. അങ്ങനെയാണ് രാജ്യം വളരാൻ സാധ്യതയുള്ളത് എന്ന പ്രതീക്ഷയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നാൾ മുന്നേ UAE-യുടെ ഏറ്റവും വലിയ പ്രോബ്ലം, ഈ എല്ലാ എമിറേറ്റ്സിലും കൂടെ വെറും 10 ലക്ഷം ആൾക്കാർ മാത്രമേ ഉള്ളൂ, പോപ്പുലേഷൻ ഇല്ല, ബേസിക്കലി വളർച്ചയ്ക്ക് യാതൊരു സാഹചര്യം ഇല്ല. ആ സാഹചര്യത്തിൽ നിന്നാണ് അവരുടെ ഭരണകർത്താക്കള് ദുബായ് എയർപോർട്ടും അതുപോലെയുള്ള എല്ലാ ഡെവലപ്മെന്റ്സും ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ലോകത്തെ 4ാമത്തെ ഏറ്റവും വലിയ എയർപോർട്ട് ദുബായിൽ ഡെവലപ്പ് ചെയ്യുന്നു ആദ്യപടിയായി. എന്നിട്ട് ആൾക്കാർക്ക് മൊത്തം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എമിറേറ്റ്സ് എന്ന എയർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് ദുബായ് എയർപോർട്ടിനകത്താണ്. ദുബായ് എയർപോർട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏകദേശം 40 കോടിയാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 40 കോടി ആൾക്കാർ ഒരു വർഷം ഈ ദുബായ് എയർപോർട്ടിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് ആവാസമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെറും 10 ലക്ഷം ആൾക്കാരുള്ള രാജ്യത്തിൽ ഇത്രയധികം ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി ദുബായിക്ക് സാധിച്ചില്ലേ? ഈ ദുബായിയുടെ സാഹചര്യം അവിടെ തീരുന്നില്ല. വെറും 16 കിലോമീറ്റർ ബൈ റോഡ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എയർപോർട്ടിലെത്തും. വെറും 16 കിലോമീറ്റർ അകലമേ ഉള്ളൂ അടുത്ത എയർപോർട്ടിലേക്ക്. ഞാൻ ആ എമിറേറ്റ്സിന്റെ പേര് ഞാൻ പറയാം, ഞാൻ ഇപ്പൊ വിട്ടുപോയി. ഈ 2 എയർപോർട്ട് ഇത്ര അടുത്തടുത്ത് എയർപോർട്ടുകൾ ഡെവലപ്പ് ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടൽസും സ്കൂൾസും എയർപോർട്ടും എയർലൈൻസും ഹോൾഡ് ചെയ്യുന്നത് ഈ പറയുന്ന 10 ലക്ഷം ആൾക്കാർ മൊത്തത്തിലുള്ള ഒരു രാജ്യത്താണ്. എന്തിനു വേണ്ടി ഇത് ചെയ്തെടുത്തു? ഇവർ ചെയ്തെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാവോ? ഇവർ ചെയ്തെടുത്തത് അവരുടെ വലിയ സ്വപ്നത്തിന്റെ ഭാഗമാണ്. അവരുടെ സ്വപ്നം എന്താണെന്ന് അറിയാവോ? ദുബായ് ഒരു വലിയ ട്രേഡിംഗ് സെന്റർ ആകണം. ഈ ലോകത്തെ 4ാമത്തെ ഏറ്റവും വലിയ 1ാമത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇന്ന് ദുബായ്. ഈ ദുബായ് ആ രീതിയിൽ ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കണം, ഇവിടെ വന്ന് ജീവിക്കണം, ഇവിടെ വന്ന് ബിസിനസ് ചെയ്യണം, മണി ഫ്ലോ ഉണ്ടാക്കണം. ഈ മണി ഫ്ലോ ഉണ്ടാക്കാൻ എന്താ ചെയ്തതെന്ന് അറിയാവോ? അവിടെ ഓരോ ക്വാർട്ടേഴ്സിനും, അവിടെ താമസിക്കുന്ന സിംഗിൾ ബെഡ്റൂം ക്വാർട്ടേഴ്സിന് 35,000 രൂപ വരെയാണ് ഒരു മാസത്തെ റെന്റ്. ഈ ഒരു മാസം ഈ റെന്റ് കൊടുത്ത് ഇവിടുന്ന് പോയി അവിടെ താമസിക്കുന്ന ആൾക്കാർ അവിടുത്തെ ഗവൺമെന്റിനോ അവിടുത്തെ ആൾക്കാർക്കോ ഇതുപോലെ വലിയ കോസ്റ്റിൽ റെന്റ് കൊടുക്കുന്നു. റെന്റ് കൊടുത്ത് അവിടെ ഏൺ ചെയ്യുന്ന കുറെ കാശ് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഉള്ള എല്ലാം നല്ല വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ അതിനുവേണ്ടി സണ്ണി വർക്കിയെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. സണ്ണി വർക്കിയെ എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയാവോ? സണ്ണി വർക്കിയുടെ അമ്മ
ആ രാജാ കുടുംബത്തിലെ ഒരു രാജകുമാരനെ പഠിപ്പിച്ചിരുന്നു. ഈ പഠിപ്പിച്ചിരുന്ന ഏക കാരണം കൊണ്ട് സണ്ണി വർക്കിയുടെ അമ്മയുടെ കാറ് പാലസിനകത്ത് പോയി കഴിഞ്ഞാൽ യാതൊരു സെക്യൂരിറ്റി ചെക്കും ഇല്ലാതെ ഉള്ളിലേക്ക് കയറിപ്പോകാനും, അങ്ങനെ പത്തനംതിട്ടക്കാരനായ സണ്ണി വർക്കിക്ക് അവിടെ ഇഷ്ടം പോലെ ബിസിനസ് സ്കൂൾസ് ഡെവലപ്പ് ചെയ്യാനും, ഒരുപക്ഷെ ദുബായിലെ ഏറ്റവും വലിയ സ്കൂൾ, കോസ്റ്റ്ലി ആയിട്ടുള്ള വേൾഡ് സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂൾ ചെയിൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഈ സണ്ണി വർക്കി എന്ന വ്യക്തിക്കാണ്. അതിനുള്ള സാഹചര്യം എന്താണെന്നറിയാമോ? അവരുടെ സണ്ണി വർക്കിയുടെ അമ്മ രാജകുമാരനെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച ബന്ധം കാരണം നല്ല സപ്പോർട്ട് രാജകുടുംബത്തിൽ നിന്ന് കിട്ടി. അവർ നന്നായിട്ട് വളർന്നു വന്നു. അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നറിയാമോ? ഇവിടെ താമസിക്കുന്ന, പുറത്തുനിന്ന് വന്ന് മൈഗ്രന്റ് ആയിട്ട് ദുബായിൽ താമസിക്കുന്ന ആൾക്കാരെ ഫാമിലിയെ കൊണ്ടുവരാൻ തുടങ്ങി. ഫാമിലിയെ കൊണ്ടുവന്ന് താമസിക്കുമ്പോൾ അവിടെ പിള്ളേരെ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് യൂസഫ് അലി എന്താ ചെയ്തെന്നറിയാമോ? യൂസഫ് അലി എല്ലാ ന്യൂക്കൻ കോർണറിലും ലുലു മോള്, ഇവിടെ തിരുവനന്തപുരത്തെ ലുലു മോളിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എറണാകുളത്തെ ഇടപ്പള്ളിയിലെ ലുലു മോൾ ഉണ്ടായി വന്ന സമയത്തുണ്ടായ രാഷ്ട്രീയ പ്രകമ്പനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഓരോ കിലോമീറ്ററിൽ അല്ലെങ്കിൽ 2 കിലോമീറ്ററിന്റെ ഓരോരുത്തർക്ക് ഇതിനേക്കാൾ വലിയ മാളുകൾ ഉണ്ടാക്കി യൂസഫ് അലി ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. 250 കൂടുതൽ മാളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ യൂസഫ് അലിക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ അവിടെ ഏൺ ചെയ്യുന്ന കാശ് കൊണ്ട് വീട്ടിൽ വരാൻ നേരത്തെങ്കിലും അവിടെ നിന്ന് ഒരുപാട് കാശിന് ചോക്ലേറ്റ്സ് വാങ്ങിക്കൊണ്ടുവരുന്ന പഴയ കാലഘട്ടം നമ്മൾ ഇന്നും മറന്നു പോയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. നേടുന്ന കാശ് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു ഹോട്ടൽ ചെയിനോ ചെയ്യാൻ സാധിക്കാതിരുന്നിട്ട് പോലും രവി പിള്ളയുടെ പോലെയുള്ള ബിസിനസ്സുകാർക്ക് എല്ലാ ഭാവുകങ്ങളും എല്ലാ സപ്പോർട്ടുകളും കൊടുത്ത് അവിടെ നന്നായിട്ട് ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അതിന്റെ സൗഭാഗ്യങ്ങൾ ഇന്ന് മലയാളികളായ നമ്മളും എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ ഒരു വേറിട്ട സാഹചര്യത്തിൽ അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ 2 സിറ്റുവേഷനെ കുറിച്ചുകൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. മിറാക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗാർഡൻ ഇന്ന് ദുബായിലുണ്ട്. 50 ഡിഗ്രി, അതിന്റെ ഫോട്ടോസ് ആണ് ഈ സ്ലൈഡിലെ മേളിൽ കാണുന്ന ഫോട്ടോസ്. ഒരു എയർക്രാഫ്റ്റ് സ്ക്രീൻ കാണാമല്ലോ അല്ലെ? സ്ക്രീൻ കാണാവോ? എമറൈറ്റ്സ് എന്ന ഫ്ലൈറ്റിന്റെ മേളിൽ പോലും ഒരുപാട് പ്ലാൻസ് പ്ലാൻ ചെയ്ത്, വളരെ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് പോലും പ്ലാൻസ് പ്ലാൻ ചെയ്ത് അവിടെ ഇതുപോലെ നയന മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗാർഡന്റെ എൻട്രി ടിക്കറ്റ് 3000 രൂപയാണ് പെർ ഹെഡ്. ഒരു ഫാമിലി അവിടെ പോകണമെന്നുണ്ടെങ്കിൽ, 4 പേർക്ക് പോകണമെന്നുണ്ടെങ്കിൽ 12,000 രൂപ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ആൾക്കാർ അവിടെ പോകുന്നു എന്നുള്ളത് ഇന്ന് ദൈവത്തിന്റെ സ്വന്തം തട്ടകമായ, ദൈവത്തിന്റെ സ്വന്തം നാടായ മലയാളികൾ പോലും ഒരു ടൂറിന് പോയി കഴിഞ്ഞാൽ അവിടെ ഇതേ കാശ് കൊടുത്ത് ഈ ഒരു സ്ഥലങ്ങൾ കാണുന്നു എന്നുള്ളതാണ് വാസ്തവം. അതാണ് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അവിടെ നിന്ന് താഴെ കാണിച്ചേക്കുന്ന 3 ഫോട്ടോസ് നിങ്ങൾ അറിയോ? ബട്ടർഫ്ലൈ ഗാർഡൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിന് 1500 രൂപയാണ് 6 ഹട്ടുള്ള ഈ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ. ആ ബട്ടർഫ്ലൈ ഗാർഡൻ ഒരു ഗാർഡൻ ഹട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് പോലെ കെട്ടിയിട്ട് ആ ബിൽഡിങ്ങിനെ എയർ കണ്ടീഷൻ ചെയ്ത് അതിനകത്ത് പ്ലാന്റ് നട്ട് അതിന് വേണ്ടിയിട്ടുള്ള സോളാർ റേഡിയേഷൻസ് അറേഞ്ച് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് നാച്ചുറൽ ആയിട്ടുള്ള വൃക്ഷങ്ങൾ നട്ട് വളർത്തി അതിനകത്ത് ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ് ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ദേഹത്ത് ബട്ടർഫ്ലൈസ് വന്നിരിക്കും. ആ ബട്ടർഫ്ലൈസിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ നിന്ന് പോകുന്ന മലയാളികൾ പോലും 1500 രൂപ ടിക്കറ്റ് കൊടുത്ത് അതിനകത്ത് കയറി കാണുന്നു, ഒരു 3/4 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇതുപോലെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് ഒരു നല്ല ടൂറിസ്റ്റ് 50 ഡിഗ്രി സെൽഷ്യസ് ആവറേജ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ 45 ഡിഗ്രി സെൽഷ്യസ് ആവറേജ് ടെമ്പറേച്ചറുള്ള ഒരു മണലാരണ്യത്തിൽ ഇതുപോലെ നയനമനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടാക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആണെങ്കിൽ ഇന്ത്യൻ യുവത്വത്തിന് സ്വപ്നം കാണാനുള്ള അതിർവരമ്പുകൾ എന്ത് എന്ന് നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കുക. അവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഞാൻ നമ്മുടെ ചിന്താധാരയുടെ തുടക്കത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ഗവൺമെന്റിന് ഇങ്ങനെ ചെയ്തെടുക്കാൻ സാധിച്ചത് കൊണ്ട് UAE-ക്കാര് എൻജോയ് ചെയ്യുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാവോ? അവിടുത്തെ നാട്ടുകാർക്ക് ഒന്നും പണി ചെയ്യേണ്ട, ഗവൺമെന്റ് കാശ് അങ്ങോട്ട് കൊടുത്തോളൂ. ഇവിടുന്ന് 90 ലക്ഷം ആൾക്കാർ ഇങ്ങനെ ഏൺ ചെയ്യുന്ന കാശിന്റെ ടാക്സും അല്ലെങ്കിൽ ട്രേഡിങ്ങിന്റെ ബെനിഫിറ്റും ഗവൺമെന്റിന് കിട്ടുന്നത് കാരണം സ്വാഭാവികമായിട്ട് ഈ ബെനിഫിറ്റ് രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരുടെ ഉന്നമനത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ഈ ഒരു സാഹചര്യം, പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സാഹചര്യമൊന്നുമില്ല. കാരണം നമ്മൾ പോപ്പുലേഷൻ കൂടുതലായി എന്നുള്ളത് കൊണ്ട്. അങ്ങനെ നമ്മുടെ ചുറ്റുപാടിലുള്ള ഈ പോപ്പുലേഷന്റെ ട്രേഡിങ് അമേരിക്കക്കാരനായ ആമസോണോ അല്ലെന്നുണ്ടെങ്കിൽ റിലയൻസിന്റെ ഓണറായ മുകേഷ് അംബാനിക്കോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ എന്ത് ബിസിനസ് ചെയ്യണം, എങ്ങനെ ട്രേഡിംഗ് നടത്തണം, നമ്മുടെ നാട്ടുകാരുടെ പ്രത്യേകതകൾ എന്താണ്, അതിനൊരു ഡിഫറെന്റ് ആയിട്ടൊരു പ്രോസസ്സ് ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ ഇന്നിന്റെ യുവത്വത്തിന് സാധിക്കും. നമ്മുടെ
സെന്റ് ഡൊമിനിക്സ് കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഫാമിലികൾക്കും സാധിക്കും എന്നുള്ളതാണ് എന്നെ മനസ്സിലാക്കിച്ച ഏറ്റവും വലിയ വാസ്തവം. ഇന്ത്യയെ പഠിപ്പിച്ച, ഇന്ത്യയുടെ കണ്ടെത്തൽ, ഇന്ത്യയുടെ ആത്മാവുറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് മഹാത്മജി പറഞ്ഞത് പോലും നിങ്ങളെ ഓരോരുത്തരെയും മനസ്സിലാക്കിയിട്ടാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമുക്ക് സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ഒരു ഇന്ത്യക്കാരിയുടെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. ഇന്ദിരാ നൂയി എന്ന പെപ്സിക്കോ എന്ന ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായിരുന്ന പെപ്സിക്കോയുടെ പ്രസിഡന്റ് ആയ സമയത്ത് ഇന്ദിരാ നൂയി എടുത്തൊരു തീരുമാനം എന്താണെന്നറിയാവോ? ഇന്ദിരാ നൂയി വിളിച്ചിട്ട്, ആ പെപ്സിക്കോ എന്ന് പറഞ്ഞാൽ ലോകം ആരാധിക്കുന്ന കമ്പനിയാണ്. പെപ്സിക്കോയുടെ ഡയറക്ടേഴ്സ് 12 പേരുണ്ടായിരുന്നു. ഈ 12 പേരെയും വിളിച്ചിട്ട് പ്രസിഡന്റ് ആയി കഴിഞ്ഞ ഉടനെ, CEO ആണോ പ്രസിഡന്റ് ആണോ, പോസ്റ്റിന്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഇന്ദിരാ നൂയി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ആൽബവും, അന്ന് ഡിജിറ്റൽ ക്യാമറ ഇല്ല, സാധാരണ പഴയ ക്യാമറയാണ് ഉണ്ടായിരുന്നത്, കൊഡാക്കിന്റെ ഒരു ക്യാമറയും ഒരു ആൽബവും നിങ്ങൾക്ക് തരുന്നു. 1 മാസത്തിനകത്ത് നിങ്ങൾ ഈ അമേരിക്കയുടെ പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ ബിസിനസ് ഏതെങ്കിലും രീതിയിൽ ഒരു മാളിലോ ഒരു ഷോപ്പിംഗ് ഏരിയയിലോ ഒരു പാർക്കിലോ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യത്തക്ക രീതിയിൽ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന പൊസിഷൻസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് എന്താണെന്ന് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഈ ആൽബത്തിലാക്കി എനിക്ക് 1 മാസത്തിനകത്ത് തരണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡയറക്ടേഴ്സ് ചിന്തിച്ചത് എന്താണെന്ന് അറിയാവോ? ഞാൻ ഈ പെപ്സിക്കോയിലെ സെക്കൻഡ് റോ ആണ്, പ്രസിഡന്റ് CEO കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളാണ്. ഞാൻ ഈ ക്യാമറ ഏന്തി ഈ പറയുന്ന ഷോപ്പിംഗ് മാളിലൂടെ ഫോട്ടോ എടുത്ത് നടക്കണം അല്ലെ? ഞാൻ ഈ പറയുന്ന ക്യാമറ ഏന്തി ഈ പാർക്കുകളിലൊക്കെ ഫോട്ടോ എടുത്ത് നടക്കണം അല്ലേ? അങ്ങനെ കുറെ പേര് ചിന്തിച്ചു. അത് കാരണം പക്ഷേ CEO പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്താ ചെയ്തതെന്ന് അറിയാവോ? അവര് ഈ വർക്കിനെ അവര് ഔട്ട്സോഴ്സ് ചെയ്തു. കുറെ നല്ല പ്രൊഫഷണൽ ഏജൻസീസിക്ക് ഔട്ട്സോഴ്സ് ചെയ്തു. അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യാനും ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഡയറക്ടേഴ്സിനുണ്ട് എന്നുള്ളതാണ്. വേറെ 2-3 പേര് എന്താ ചെയ്തതെന്ന് അറിയാമോ? വീട്ടിലെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അവരെടുത്ത് തന്ന ഫോട്ടോയെ ഈ ബൈൻഡിൽ നമ്മുടെ ആൽബത്തിലാക്കി തിരിച്ച് ഇന്ദിരാ നൂയിക്ക് കൊണ്ടുകൊടുത്തു. പക്ഷേ 2 പേര് എന്താ ചെയ്തതെന്ന് അറിയാമോ? ഫിസിക്കലി ദേ വെന്റ് ഇൻ ടു ദ മോൾസ്, വെന്റ് ഇൻ ടു ദ പാർക്സ് ആൻഡ് ടുക്ക് ദ ഫോട്ടോഗ്രാഫ്. ആ ഫോട്ടോഗ്രാഫ് ഇങ്ങനെ 12 ആൽബങ്ങൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഇന്ദിരാ നൂയിയുടെ ടേബിളിലെത്തി. ഇന്ദിരാ നൂയി അവരുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ കൃത്യമായിട്ട് അത് ആരാണ് ഫിസിക്കലി ചെയ്തത്, റിയലി അവർ ഇൻവോൾവ് ചെയ്തത് എന്ന് മനസ്സിലായി. ഈ മനസ്സിലാക്കിയ 2 ആൽബങ്ങളും 12 വർഷം കഴിഞ്ഞിട്ടുള്ള റിട്ടയർമെന്റിന് ശേഷം ഇന്ദിരാ നൂയി പറഞ്ഞ ഡയലോഗ് ഇതാണ്: ഞാൻ ഇന്നും പെപ്സിക്കോ എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ 2 സമ്മാനങ്ങളായി ആ 2 ആൽബങ്ങളെയും എന്റെ കബോർഡിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ചിന്താഗതിയിലേക്ക് കടന്നു വരാനുള്ള കാര്യം, ആ ചിന്താഗതി എന്നെ സംബന്ധിച്ചോളം നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഈ ചിന്താഗതികളിലേക്കാണ് എന്നെ അട്രാക്ട്. ആ ചിന്താഗതി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു പ്രിയാമ്പിൾ നിങ്ങളോട് പറയുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇന്ദിരാ നൂയിയുടെ മക്കളുമൊത്ത് പാർക്കിൽ പോകുന്ന സമയത്ത് ഒരു പ്രത്യേക കളറിൽ ഒരു പ്രത്യേക സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ പിള്ളേർ ഓടി അതിനടുത്ത് പോയിട്ട് അമ്മേ എനിക്കിത് വാങ്ങിത്താ എന്ന് പറയും. ഈ കൊച്ചുകുട്ടികളുമായിട്ട് ഒരു ഷോപ്പിംഗ് മോളിൽ പോകുന്ന സമയത്ത് പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ചില ഏരിയാസ്, ലൊക്കേഷൻസ് അവർ അട്രാക്റ്റഡ് ആകും. അങ്ങനെയുള്ള ആ രീതിയിൽ വേണം, കൊച്ചുകുട്ടികളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം പെപ്സിക്കോയും അല്ലാന്നുണ്ടെങ്കിൽ പെപ്സിക്കോ വളരേണ്ടത് എന്ന ചിന്താഗതി ഉണ്ടാക്കിയെടുത്തത് മക്കളുമായിട്ട് പാർക്കിൽ പോകുന്ന നിമിഷത്തിൽ നിന്നാണ് എന്നുള്ളത്. അത് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്ടേഴ്സിനെ ഇങ്ങനെ ഒരു അസൈൻമെന്റ് ഏൽപ്പിച്ചത്. പക്ഷെ എത്ര ഡയറക്ടേഴ്സ് അത് ചെയ്തു എന്നുള്ളത് 2 ഡയറക്ടേഴ്സാണ്. ദെൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് നാച്ചുറലി നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സത്യാവസ്ഥ. നമ്മൾ ന്യൂയോർക്കിലെയോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെയോ അല്ലെങ്കിൽ കൊച്ചിയിലോ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സിനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി എന്റെ ചുറ്റുപാടുകളിൽ എന്ത് വ്യത്യസ്തതകളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ഒരു തോട്ട് പ്രോസസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ പെപ്സിക്കോയുടെ വളർച്ചയ്ക്ക് കാരണാഭൂതയായ പെപ്സിക്കോയുടെ സിഇഒയുടെ ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാമോ? പെപ്സിക്കോയുടെ സിഇഒ പെപ്സിക്കോ ഇന്ന് റിട്ടയർ ചെയ്ത സമയത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയുടെ മകള് പ്രസിഡന്റ് ഓഫ് വേൾഡ് ബാങ്ക് ആയിട്ട് നോമിനേറ്റ് ചെയ്ത വ്യക്തി പെപ്സിക്കോയുടെ സിഇഒ ഇന്ദിരാ നൂയി ആണ്. അതാണ് വളർച്ചയുടെ പടവ്. ആ വളർച്ചയുടെ പടവ് തുടങ്ങുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ് എന്നുള്ളതാണ് എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്. ഈ വളർച്ച എഗെയിൻ മുന്നോട്ട് പോകുന്നു. പെപ്സിക്കോയുടെ വളർച്ച എങ്ങനെയാണെന്നറിയാമോ? അന്നത്തെ കാലഘട്ടത്ത് ഏതെങ്കിലും ഒരു VIP മീറ്റിംഗ്, പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്കെ ഉള്ള VIP മീറ്റിംഗ്സിൽ പെപ്സിയോ അല്ലെങ്കിൽ കൊക്കക്കോളയുടെയോ ഒരു ബോട്ടില് കയ്യിലിരിക്കുന്ന
ഇരിക്കുന്നതാണ്, ആ ടേബിളിൽ ഇരിക്കുന്നതാണ് അതിന്റെ ഒരു എന്താ പറയാ, ഒരു ഗാംഭീര്യത്വം എന്ന് പറയാം. ഈ പ്രൗഢിക്ക് വേണ്ടിയിട്ട് പെപ്സി കുപ്പികൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാരണവശാല് ഒരു പെപ്സി കുപ്പി തട്ടി താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ചുമ്മാതെ പെപ്സിക്കോയുടെ സിഇഒയ്ക്ക് അന്ന് സ്വപ്നങ്ങൾ കാണാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഉള്ള ഒരു മീറ്റിംഗിൽ ഒരു ഫയൽ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫ്രണ്ടിൽ വെച്ചേക്കുന്ന കുപ്പി തട്ടി തറയിൽ വീണ് പൊട്ടുകയോ അല്ലെങ്കിൽ ആ പെപ്സി അവിടെ തെറിച്ച് വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് മോശമായിരിക്കും എന്ന് ചിന്തിക്കാൻ സാധിച്ചത് കൊണ്ട് പെപ്സിയുടെ സിഇഒ അടുത്ത് എന്താ ചെയ്തെന്ന് അറിയാവോ, ഈ ബോട്ടിൽസിനെ മാറ്റിയിട്ട് നേരെ പെറ്റ് ബോട്ടിൽസ് പോലെയുള്ള അലുമിനിയം ഫോയിൽ കവർ പോലെയുള്ള കവർ ഇട്ടിട്ട് പെപ്സി കുപ്പി മിഡിൽ കാണുന്ന പെപ്സിയുടെ ബോട്ടിലിന്റെ എൻറ്റയർ സ്ട്രക്ചർ അങ്ങ് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരൊറ്റ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആ സ്ട്രക്ചർ ചേഞ്ച് ചെയ്ത്, എന്നിട്ട് ഈ കളർ വെറും പ്ലെയിൻ കളറിന് പകരം അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്ലൂ കളറിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ബ്ലൂ കളർ കൊടുത്തിട്ട് ആ ഒരു ബോഡി, ആ ഒരു സ്ട്രക്ചറിൽ പെപ്സിയെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് പെപ്സി ഡെവലപ്പ് ആകുന്നത് എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സാധാരണക്കാരന്റെ ചിന്താഗതിയിലൂടെ കടന്നു പോകുന്ന, സ്വന്തം കുടുംബത്തിലൂടെ കടന്നു പോകുന്ന, സ്വന്തം ചുറ്റുപാടിലൂടെ കടന്നു പോകുന്ന ചിന്താഗതിയുടെ ഔട്ട്പുട്ടാണ് ഒരു വലിയ കമ്പനിയുടെ വളർച്ച എന്നുള്ളതാണ് എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ ഇന്ദിരാ ജോയിക്ക് അടുത്ത തോട്ട് പ്രോസസ് എന്താണെന്ന് അറിയാവോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ്. ഈ സ്വീറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സിനുള്ള പ്രശ്നം എന്താണെന്ന് അറിയാവോ, ഷുഗർ കംപ്ലൈന്റ് ഉള്ള ആൾക്കാരുടെ കോൺസെൻട്രേഷൻ കൂടി വരുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ പെപ്സിക്കോയ്ക്ക് മാർക്കറ്റിൽ ഇടം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വലിയ ഹാർവാർഡ് ടെക്നോളജിയുടെ ഒന്നും ആവശ്യം ഉണ്ടായില്ല, സ്വന്തം കോമൺ സെൻസ് മാത്രം മതി. അങ്ങനെയാണ് അവർ അക്വാഫിന എന്ന പ്യുവർ വാട്ടറിന്റെ ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അക്വാഫിന ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ കോളേജിൽ പഠിക്കുന്ന സമയത്തോ ആണ് അക്വാഫിന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അക്വാഫിന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് എന്താണെന്ന് അറിയാവോ, ഒരു ഹ്യൂമൻ ബോഡിയുടെ 70% വാട്ടറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ലോകത്തിന് ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള വാട്ടർ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് അന്ന് 1 ലിറ്റർ വെള്ളത്തിന് 10 രൂപ കൊടുത്ത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചങ്കൂറ്റം കാണിച്ച വ്യക്തിയാണ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടുന്ന ഏറ്റവും വലിയ പവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരുപക്ഷെ ഇന്നിന്റെ കാലഘട്ടത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്താ ചെയ്തതെന്ന് നിങ്ങൾ വളരെ റീസെന്റ് ആയിട്ട് കണ്ടതാ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വന്നിട്ട് ഒരു ടേബിളിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്ന കൊക്കക്കോളയുടെ കുപ്പി എടുത്ത് മാറ്റിയിട്ട് വെറും ബോട്ടിലെടുത്ത് പൊക്കി കാണിച്ചു കഴിഞ്ഞപ്പോൾ 520 കോടി രൂപ കൊക്കക്കോളയ്ക്ക് ലോസ് വന്നു. 1.6% അവർക്ക് അവരുടെ ഷെയർ ഇടിഞ്ഞുപോയി. 520 കോടി രൂപ ഒരൊറ്റ മിനിറ്റിലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മൂവ്മെന്റിലൂടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് നമ്മൾ ഇപ്പോ വിറ്റ്നസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാവോ, ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഈ ഓരോ പ്രത്യേകതകളും ഈ ഓരോ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കി പുതുമയുടെ പുതിയ കാലഘട്ടത്തിന്റെ ഒരു ടെക്നോളജി ആയിട്ട് ഐഡിയ ആയിട്ട് ചിന്തിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കുറെ ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഈ ലോകത്തെ മാറ്റിമറിച്ച ഒരു ഇൻഡസ്ട്രിയാണ് ഫോർഡ്. ഇന്ന് ലോകത്തിന്റെ പോലീസുകാരനായിട്ട് ജോ ബൈഡനെ നിലനിർത്തിയ വ്യക്തി ആരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻറി ഫോർഡ് ആണെന്ന് ഞാൻ പറയും. എന്താണെന്നറിയാവോ, ഹെൻറി ഫോർഡ് ചെയ്തത് കൺവെയർ സിസ്റ്റത്തിലൂടെ ഓട്ടോമൊബൈൽസ് മാനുഫാക്ചർ ചെയ്യാം. ഓട്ടോമൊബൈൽസ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് മാസ് പ്രൊഡക്ഷനിലൂടെ ഭയങ്കരമായിട്ട് കുറയ്ക്കാം. അന്ന് അവിടുത്തെ സാധാരണക്കാരന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോർഡ് കാർ ഇറക്കി കഴിഞ്ഞ സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായി. അങ്ങനെ ആ ട്രാൻസ്പോർട്ടേഷന്റെ കുതിച്ചുചാട്ടമാണ് അമേരിക്കയിൽ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. അന്നത്തെ ഇൻഡസ്ട്രിയലൈസേഷന്റെ ബാക്ക് പവർ ഇപ്പോഴും അമേരിക്ക എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്നും അമേരിക്ക നിലനിൽക്കുന്നത്. അത് വേറൊരു ചരിത്രമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. പക്ഷേ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയാവോ, അന്ന് ഇതുപോലൊരു കമ്പനി തുറന്ന് ഇതുപോലെ ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള വലിയ കമ്പനികൾ വേണം. ജനറൽ ഇലക്ട്രിക്കൽസ് നിങ്ങൾക്കറിയാം, ജനറൽ മോട്ടോഴ്സ് നിങ്ങൾക്കറിയാം, ഫോർഡ് കമ്പനിയെ കുറിച്ച് നിങ്ങൾക്കറിയാം, സൂയിസ് കനാലിനെ കുറിച്ചറിയാം, പനാമ കനാലിനെ കുറിച്ചറിയാം. ഇതുപോലെയുള്ള ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രം വലിയ ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഇവിടെ നിലനിന്നിരുന്നു. പനാമ കനാല് വെറും 77 കിലോമീറ്റർ
അറ്റ്ലാന്റിക് സീയിൽ നിന്ന് പസഫിക് സീയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് മാൻമെയ്ഡ് കനാലിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ലോകത്തെ ഏറ്റവും വലിയ കപ്പല് ടോൾ കൊടുക്കുന്ന എത്ര രൂപയാണെന്നറിയാവോ? 7.5 കോടി രൂപ വരെ ടോൾ കൊടുത്തിട്ടാണ് ഈ 77 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം ഏകദേശം 11 മണിക്കൂർ. ഈ സൂയിസ് കനാലിൽ ചെയ്യുന്ന എന്താണെന്നറിയാവോ? 80 അടി 8 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ ഈ ഷിപ്പിനെ 1,20,000 ടൺ വരെ വെയിറ്റ് ഉള്ള കപ്പലുകളെ പൊക്കുകയും താക്കുകയും ചെയ്യാനുള്ള ഒരു മെക്കനൈസ്ഡ് സിസ്റ്റം ഡെവലപ്പ്, വാട്ടറിന്റെ പവറോടുകൂടെ ഉള്ള മെക്കനൈസ്ഡ് സിസ്റ്റം ഈ സൂയിസ് കനാൽ പനാമ കനാൽ ചെയ്തെടുത്തു എന്നുള്ളതാണ്. പനാമ കനാലിന്റെ പ്രവർത്തനത്തിന്റെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഫ്രഞ്ച് കമ്പനിക്ക് ആണത് കനാൽ പണി തുടങ്ങിയത്. ഫ്രഞ്ച് കമ്പനിക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത് കാരണം, അത് ഫെയില്യൂർ ആയത് കാരണം അമേരിക്ക ഏറ്റെടുത്തു, ആ പനാമ കനാൽ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് വാസ്തവം. അങ്ങനെ ഫ്രഞ്ച് ഗവൺമെന്റിനെ പോലും മറിച്ചിട്ട ഒരു പ്രവർത്തനമാണ് ഈ പനാമ കനാലിന്റെ ഡെവലപ്മെന്റ്. അത്രയ്ക്ക് വലിയ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, ഏറ്റവും വലിയ കമ്പനികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നിന്റെ കാലഘട്ടം എന്താ? ഇന്നിന്റെ കാലഘട്ടം ഫേസ്ബുക്കും വാട്സപ്പും ആമസോണുമാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ധനവാന്മാരുടെ പട്ടികയിലുള്ള ജെഫ് ബോസും മാർക്ക് സക്കർബർഗും ആണെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും വിസ്മരിച്ചു കളയരുത്. അവർക്ക് വെറും കമ്പ്യൂട്ടറിന്റെയും സോഫ്റ്റ്വെയറിന്റെയും സഹായത്തോടുകൂടെ കമ്പ്യൂട്ടറൈസേഷനോ കമ്പ്യൂട്ടറോ ടെക്നോളജിയോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫേസ്ബുക്കും ആമസോണും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്ന ചെറിയ ചെറിയ സോഫ്റ്റ്വെയർ പാക്കേജിലൂടെയാണ്. അങ്ങനെയുള്ള ചിന്താഗതികൾ വിഭാവന ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആമസോൺ ഫ്ലിപ്കാർട്ടിന്റെ കോപ്പിയാന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ട്രേഡിംഗ് സിസ്റ്റത്തിന്റെ കോപ്പിയാന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? ആമസോൺ ആണോ ഫ്ലിപ്കാർട്ടാണോ ആദ്യം തുടങ്ങിയതെന്നുണ്ടായാലും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആമസോൺ ചെയ്ത് ബിസിനസ് മോഡൽ ചേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാമോ? വാൾമാർട്ട്, മൻമോഹൻ സിംഗിന്റെ അവസാന കാലഘട്ടങ്ങളിൽ വാൾമാർട്ട് ഇന്ത്യയിൽ കമ്പനി തുടങ്ങാൻ പോകുന്നു, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നു എന്ന് കഴിഞ്ഞ് തുടങ്ങപ്പോൾ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപാട് പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് വാൾമാർട്ട്. അത്ര വലിയ ഈ ലുലു മാളിനേക്കാളൊക്കെ വളരെ വലിയ വെയർ ഹൗസ് ഉള്ള, വലിയ ഷോപ്പുള്ള, വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള ഷോപ്പുകൾ അമേരിക്കയിൽ ഉടനീളം ഉണ്ട് വാൾമാർട്ടിന്. വാൾമാർട്ടിന്റെ ഈ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാതെ സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ടോട് കൂടെ ന്യൂയോർക്കിൽ ഇരുന്നിട്ട് കാഞ്ഞിരപ്പള്ളിയുടെ ന്യൂക്കൻ കോർണറിൽ സാധനങ്ങൾ വിൽക്കാൻ ആമസോണിന് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇതാണ് ഇന്നിന്റെ കാലഘട്ടം. ഇന്നിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും സ്വപ്നങ്ങളുണ്ടെങ്കിൽ പടന്ന് പന്തലിക്കുവാനും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറിപ്പോകാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു എക്കണോമിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമുക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചറിന്റെയും വലിയ സപ്പോർട്ടിന്റെയും ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് സ്വപ്നവും ഇൻസ്പിറേഷനും മാത്രമാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ 1-2 സ്കിപ്പ് ചെയ്തു. ഓക്കെ, സമയക്കുറവ് കൊണ്ടാണ് ഞാൻ കുറെ ഇത് സ്കിപ്പ് ചെയ്തത്. ആ സാഹചര്യത്തിൽ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മളിങ്ങനെ കുറെ കേസ് സ്റ്റഡീസ് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്താണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? എന്താണ് ചില സിസ്റ്റത്തിന്റെയൊക്കെ ഫെയിലിയറിന് കാരണം? ഇന്ത്യ പോസ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. നമ്മളെല്ലാവരും ഇന്ത്യയുടെ എല്ലാ അതിർവരമ്പുകളിലും എല്ലാ സ്ഥലങ്ങളിലും പോസ്റ്റ് ഓഫീസും പോസ്റ്റ്മാനുമായിട്ടുള്ള ക്ലിയർ ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി ഉള്ള ഒരു ഇന്ത്യ ഗവൺമെന്റ് പ്രസ്ഥാനമാണ് ഇന്ത്യ പോസ്റ്റ്. ആ ഇന്ത്യ പോസ്റ്റിന് പണ്ട് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, VPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ്സൽ സർവീസാണ്. ഞാനൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിന്ന് ഈ പറയുന്ന ഇന്ത്യ പോസ്റ്റ് ആ സാധനം വാങ്ങി നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും. അവരുടെ ഈ ചാനൽ വഴി കൊണ്ടേ തന്നിട്ട് നമ്മൾ കാശ് കൊടുക്കണം. കാശ് കൊടുത്തു കഴിയുമ്പോൾ ആ പാക്കറ്റ് നമ്മുടെ കയ്യിൽ തരും. നമ്മൾ കാശ് പോസ്റ്റ്മാന്റെ കൈ കൊടുത്താൽ മാത്രമേ ഈ കാശ് ഇത് പൊട്ടിച്ചു നോക്കാൻ പറ്റൂ. ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം ആയിരുന്നു. പൊട്ടിച്ചു നോക്കാൻ പറ്റും. പൊട്ടിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ഒറിജിനൽ സാധനം ഇല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ചീറ്റ് ചെയ്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റ് അതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്ത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് റേഡിയോ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം. ഫിലിപ്സിനൊക്കെ റേഡിയോ കമ്പനികളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം. ഈ റേഡിയോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റേഡിയോ പാക്ക് ചെയ്ത് നമ്മൾക്ക് തന്നേക്കും, പോസ്റ്റിലൂടെ അയക്കും. നമ്മുടെ കൈ കിട്ടുന്ന സമയത്ത് കാശ് കൊടുത്താൽ മതി. കാശ് കൊടുക്കുന്ന സമയത്ത് ഈ റേഡിയോയുടെ സൈസുള്ള മൺകട്ടകളായി കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അങ്ങനെ ആൾക്കാരെ ചീറ്റ് ചെയ്യാനും ഈ പറയുന്ന ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം അന്ന് മർച്ചന്റ്സ് യൂസ് ചെയ്തത് കൊണ്ട് ഈ ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റത്തിൽ നിന്ന് ഇന്ത്യ പോസ്റ്റൽ സർവീസിന് പിൻവാങ്ങേണ്ടി വന്നു. അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ അത്രയധികം ഉപയോഗിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു.
അതേ ബിസിനസ് മോഡൽ തന്നെയല്ലേ ആമസോൺ ചെയ്തത്. ആമസോണിന് വലിയ വിയർ ഹൗസുകളുണ്ടോ, വലിയ പാക്കിംഗ് സ്റ്റേഷനുകളുണ്ടോ, അവര് മർച്ചൻസിനെ സോഫ്റ്റ്വെയർ വഴി കണക്ട് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്തെടുത്ത ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഇഫ് യു ആർ ബൈയിങ് എ പ്രോഡക്റ്റ് ഫ്രം മീ, വി വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ ക്വാളിറ്റി. ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലെന്നുണ്ടെന്ന് അവിടെയാണ് ഇന്ത്യ പോസ്റ്റിന് ഒരു ചെറിയ പാളിച്ച പറ്റിയത്. എന്താണ് കസ്റ്റമറിന്റെ ആവശ്യം എന്ന് അറിഞ്ഞൊരു ഡെലിവറി കൊടുക്കാൻ ഇന്ത്യ പോസ്റ്റിന് സാധിക്കാത്തത് കൊണ്ട് ആ സർവീസ് തന്നെ ഡെഡായി പോകുന്ന അവസ്ഥയിലേക്ക് പോയി. അതേ ബിസിനസ് മോഡൽ എടുത്തിട്ട് ആമസോൺ ചെയ്ത് എന്താ അറിയാം? ഇഫ് യു ആർ ബൈയിങ് എ പ്രോഡക്റ്റ് ഫ്രം മീ, ഞങ്ങൾ അതിന് ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് അത് പ്രോഡക്റ്റ് ശരിയല്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കകം നിങ്ങൾ തിരിച്ചു തന്നാൽ മതി, പൊട്ടിച്ചു നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് ആമസോണിന് വളരാൻ സാധിച്ചത് കൊണ്ട് ഇന്ത്യ പോസ്റ്റൽ സർവീസ് ചെയ്ത സെയിം ബിസിനസ് ആമസോൺ ചെയ്തപ്പോൾ ജെഫ് ബോസ് ലോകത്തിന്റെ ഏറ്റവും വലിയ ധനവാന്മാരിൽ ഒരാളായി എന്നുള്ളത് വാസ്തവം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ബിസിനസ് മോഡൽ. വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ നീഡ് അനുസരിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇന്ന് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്ന കാര്യത്തെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഈസ് ഇറ്റ് പോസിബിൾ ടു തിങ്ക് ഇൻ എ ഡിഫറെന്റ് വേ ടു ഡു സംതിങ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് അവർ ഫാമിലി എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ത്യ പോസ്റ്റൽ സർവീസിന്റെ ഈ ഒരു എക്സാമ്പിൾ അല്ല കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പോസ്റ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇന്ത്യ പോസ്റ്റൽ സർവീസിനുണ്ടായിരുന്നു. ഈ പോസ്റ്റ് കാർഡ് 15 പൈസയേ ഉള്ളൂ. നമ്മളൊരു ഇൻഫർമേഷൻ എഴുതിയിട്ട് ആ ഇൻഫർമേഷൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് എത്തും. എറണാകുളത്ത് ആ ആൾ വായിച്ചിട്ട് തിരിച്ച് റിപ്ലൈ തരുന്ന സമയത്ത് 10 ദിവസം എടുക്കും. ഈ 10 ദിവസം എടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ആ ഡ്രോബാക്ക് റെക്ടിഫൈ ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാവോ? അന്നത്തെ കമ്മ്യൂണിക്കേഷൻ കമ്പനികളായ BSNL, വോഡാഫോൺ ഒക്കെ ഉള്ള ആൾക്കാർ അന്ന് നമുക്കൊരു ഓഫർ തന്നു. ഷോർട്ട് മെസ്സേജ് സർവീസ്, SMS പാക്സ് നമുക്ക് ഇത് തന്നു. 100 രൂപ കൊടുത്ത് ഒരു മാസം നിങ്ങൾക്ക് ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ 1 മാസത്തിൽ 100 SMS അയക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് അയക്കാം, അതുപോലെ തന്നെ അവർക്ക് തിരിച്ചു തരും, റിപ്ലൈ തരും. പക്ഷേ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജസ് മാത്രമേ പറ്റൂ. അതിന് പകരം നിങ്ങൾ മൾട്ടിമീഡിയ മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കാശ് കൊടുക്കണം എന്ന് BSNL പറഞ്ഞു. അടുത്ത പ്രോബ്ലം എന്താണെന്ന് അറിയാവോ? ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രീസിന്റെ പ്രോബ്ലം, നിങ്ങൾ ഇത്രയും ചാർജ് ചെയ്യുന്നില്ല സാധാരണ ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വാട്സ്ആപ്പ് നേരെ തിരിച്ചൊരു ഇൻഫർമേഷൻ കൊടുത്തു. എന്താ ചെയ്തെന്ന് അറിയാവോ? വാട്സ്ആപ്പ് കൊടുത്ത ഇൻഫർമേഷൻ എന്താണ്? യു സെൻഡ് n number of messages, you don't worry. എത്ര വേണമെങ്കിലും അയച്ചോ. നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കണോ, നിങ്ങൾക്ക് മൾട്ടിമീഡിയ മെസ്സേജ് അയക്കണോ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ അയക്കണോ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കണോ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് അയക്കാം, ഫ്രീ ആയിട്ട് യൂസ് ചെയ്തോ. ആരാ ലോകത്തിന്റെ ധനവാൻ? ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഈ എല്ലാ ഇൻഫർമേഷൻസും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ട് പുതുമയിലേക്ക് കടന്നു പോകുന്ന രീതിയിൽ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് മാറാൻ സാധിക്കാത്തതുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് ബാങ്കിങ് റൈറ്റ് നൗ. അത് നിങ്ങൾക്കറിയാം. BSNL അല്ലെങ്കിൽ വോഡാഫോൺ പോലെയുള്ള കമ്പനികൾ ഓൾമോസ്റ്റ് ഡെഡ് ആകുന്നു, അല്ലെങ്കിൽ അവർ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു. പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഫേസ് ചെയ്യുന്നു. പക്ഷേ അതേ ബിസിനസ് മോഡൽ എടുത്ത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വാട്സപ്പ് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ വാട്സപ്പ് ഫേസ്ബുക്ക് അക്വയർ ചെയ്തു. ഫേസ്ബുക്ക് ഇന്ന് ലോകത്തെ 2ാമത്തെ വലിയ ധനവാനാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഇതുപോലെയുള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ ലിസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഓരോ ദിവസവും നിങ്ങൾ കോളേജിൽ നിന്ന് വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നിങ്ങളുടെ ഡയറിയിൽ 1-2 എണ്ണം വെച്ച് ലിസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ ഗ്രോ ചെയ്ത് തുടങ്ങുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ആലപ്പുഴക്കാരനാണോ കോട്ടയംകാരനാണോ എന്ന് ഞാൻ ഓർക്കണില്ല. മാത്യു ജോസഫ് എന്ന മീൻ കച്ചവടക്കാരന്റെ വളർച്ച. ഈ മീൻ കച്ചവടക്കാരന്റെ വളർച്ച എങ്ങനെ തുടങ്ങി എന്നുള്ളതിനേക്കാൾ എന്ത് ചിന്തിച്ചു എന്നുള്ളതാണ് എനിക്ക് നിന്റെ കൂട്ടുകാരോട് പറയാനുള്ളത്. ഞങ്ങളുടെ നാട്ടില് എൻ്റെ വീട്ടിൽ നിന്ന് സീഷോറിലേക്ക് ഒരു 25 കിലോമീറ്റർ ഉണ്ടാകും. നെയ്യാറ്റിൻകരയിൽ നിന്ന് എക്സാക്ട്ലി കോവളത്തേക്കോ അല്ലെങ്കിൽ പൂവാർ എന്ന് പറയുന്ന സീഷോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെയുള്ള അമ്മച്ചിമാർ എന്താ ചെയ്യുമെന്നറിയാവോ? ഈ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ഫ്രഷ് മീനിനെ വാങ്ങിച്ച് തലയിൽ വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഓട്ടോറിക്ഷയിലൊക്കെ കയറ്റി ഞങ്ങളുടെ അവിടെയുള്ള വൈകിട്ടുള്ള ചന്തകളിൽ മാർക്കറ്റുകളിൽ കൊണ്ടുവച്ചിട്ട് ആ ഫോട്ടോയെ താഴെ കൊടുത്തേക്കുന്നത്. അതുപോലെ ഫിഷ് കച്ചവടം ചെയ്യും. ഈ ഫിഷ് കച്ചവടം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് വാങ്ങാം എന്നുള്ളതാണ് വിശ്വാസം. ഞങ്ങൾ അവിടെ ചെന്ന് വൈകിട്ട് വാങ്ങി ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തും. ഇത് കണ്ടുകൊണ്ടിരുന്ന ആർക്കോ തലയിലൊരു ബുദ്ധി തോന്നി. എന്താണെന്നറിയോ? എന്ത് സ്മെല്ല് അവിടെ പോയി കഴിഞ്ഞാൽ, എന്ത് ഈച്ച അവിടെ പോയി കഴിഞ്ഞാൽ, അവിടെ കൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് മീൻ വെള്ളത്തിൽ ചിലപ്പോൾ ചവിട്ടേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതാണ് സാധാരണ ഉള്ള ഈവനിങ് മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. ഈ പ്രോബ്ലം എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്ന് ചിന്തിച്ചറിയാവോ? മാളുകളിൽ എയർ കണ്ടീഷൻഡ് ആയിട്ട് വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് അടുക്കി വെച്ച്, നിങ്ങൾ ടോപ്പ് ലെഫ്റ്റ് കാണുന്ന ഫോട്ടോ കണ്ടോ? ഈ പറയുന്ന ഈവനിങ് മാർക്കറ്റിൽ കിട്ടുന്ന അതേ സാധനത്തിന്റെ ബിസിനസ് മോഡൽ കൺവേർട്ട് ചെയ്തെടുത്തു വലിയ മാളുകളിലേക്ക്. അല്ലെങ്കിൽ ദുബായിലെ ഫിഷ് മാർക്കറ്റിന്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ ക്ലീൻ ടൈഡി പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ പോയാൽ വാങ്ങിയാൽ തിരിച്ചു വരാം.
ആ ബിസിനസ് മോഡലിനെ എങ്ങനെയാ നമ്മുടെ ഈവനിങ് മാർക്കറ്റിൽ നിന്ന് മാളിലേക്ക് എത്തുന്ന ഫിഷ് മാർക്കറ്റ് എങ്ങനെയാ തിരിച്ച് സാധാരണക്കാരന്റെ കയ്യിൽ എത്തുന്നതെന്ന് അറിയാവോ? ഈ പറയുന്ന മാത്യു ജോസഫ് എന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞ എന്താ, ഫ്രഷ് ടു ഹോം എന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എന്താണെന്നറിയാവോ? ഫ്രഷ് ആയിട്ട് എവിടെ സീഷോറിൽ നിന്ന് ക്യാച്ച് ചെയ്യുന്ന ഫിഷിനെ നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചിട്ട് അത് ഞങ്ങൾ ഡെലിവറി ചെയ്യും. ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം അവർക്കുണ്ട്, ഫ്രഷ് ടു ഹോം സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഉണ്ട്. അങ്ങനെ അവര് ഞങ്ങൾ തരുന്ന ഫിഷിന്, ഞങ്ങൾ തരുന്ന മീറ്റിന് 100% ഞങ്ങളാണ് ഗ്യാരണ്ടി. അതിനകത്ത് ഫോർമാലിൻ കാണില്ല, കെമിക്കൽ കാണില്ല, നൈട്രജൻ അമോണിയ കാണില്ല, ഇതൊന്നും കാണില്ല. ഫ്രഷ് ആയിട്ട് ഞാൻ ചീപ്പ് കോസ്റ്റിന് നിങ്ങൾക്ക് ഫിഷ് ഡെലിവറി ചെയ്യും എന്ന് പറഞ്ഞു തുടങ്ങിയ ഫ്രഷ് ടു ഹോം എന്ന കമ്പനിയുടെ ടേൺ ഓവർ എത്രയാണെന്നറിയാവോ? 2000 കോടി രൂപയുടെ ബിസിനസ് ആണ് ഒരു വർഷം. ഈ കോവിഡിന്റെ സമയത്തല്ല, അതിന് തൊട്ട് മുന്നേ ഒരു വർഷം നമ്മുടെ നാട്ടുകാരനായ മാത്യു ജോസഫ് എന്ന വ്യക്തി ഉണ്ടാക്കിയെടുത്തത്. ആ മാത്യു ജോസഫ് എന്ന വ്യക്തിയുടെ ഫ്രഷ് ടു ഹോം എന്ന കമ്പനിയിലേക്ക് ഫെഡറൽ ഗവൺമെന്റ് ഓഫ് അമേരിക്ക 816 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്നുള്ളതാണ്. അമേരിക്കൻ ഗവൺമെന്റ് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫ്രഷ് ടു ഹോം എന്ന മീൻ കച്ചവടത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റി. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് അവരെങ്ങനെ കടന്നു വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ചിന്താഗതി ഇങ്ങനെയാണ് കടന്നു പോയത്. അന്ന് ഈ കോവിഡിനൊക്കെ മുന്നേ ഹോളിവുഡ് എന്ന അമേരിക്കൻ ബിസിനസ് അമേരിക്കൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു വർഷത്തെ ടേൺ ഓവർ 48 ബില്യൺ ഡോളർ. അങ്ങനെ അദ്ദേഹം വെറുതെ ഇന്ത്യൻ ഫിഷ് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകത എന്താ അറിയാമോ? ഇന്ത്യൻ ഫിഷ് മാർക്കറ്റിന്റെ ടേൺ ഓവർ ഒരു വർഷം 50 ബില്യൺ ഡോളറിന് ഈക്വലന്റ് ആണ്. അമേരിക്കൻ ഫിഷ് മാർക്കറ്റിനേക്കാൾ വലിയ, അമേരിക്കൻ ഫിലിം ഇൻഡസ്ട്രിയേക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ ഫിഷ് മാർക്കറ്റിലുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയ അടുത്ത ചിന്താഗതി എന്താണെന്ന് അറിയാവോ? ഈ ഹോളിവുഡ് എന്ന പ്രസ്ഥാനത്തിൽ ഒന്ന് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ബോയ് ആയിട്ട്, ഒരു ക്യാമറാമാൻ ആയിട്ട്, ഒരു പ്രൊഡ്യൂസറായിട്ട്, ഒരു ആക്ടറായിട്ട് ഏതെങ്കിലും രീതിയിൽ കടന്നു ചെല്ലുക എന്ന് പറയുന്നത് വളരെ വളരെ കോമ്പറ്റീറ്റീവ് ആണ്. സാധാരണക്കാരന് വളരെയധികം കപ്പാസിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ എത്തിപ്പറ്റാൻ, സ്വപ്നത്തിൽ പോലും എത്തിപ്പറ്റാൻ പറ്റാത്ത ഈ ഒരു മാർക്കറ്റിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണോ? സാധാരണക്കാരന് സാധിക്കുന്ന അതിനേക്കാൾ വലിയ മാർക്കറ്റ് എന്റെ ചുറ്റുപാടിലുള്ളപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണോ എന്ന തോട്ട് പ്രോസസ് അവിടെയാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. അങ്ങനെ ഹോളിവുഡിലെ ന്യൂയോർക്കിൽ പോയി ഞാൻ എന്റെ സമയം കളയുന്നതിനേക്കാൾ കൂടുതൽ എന്തുകൊണ്ട് എന്റെ ചുറ്റുപാടിലുള്ള അതിനേക്കാൾ വലിയ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തുകൂടാന്നുള്ള ചിന്താഗതിയാണ് അമേരിക്കൻ ഗവൺമെന്റിനെ 816 കോടി രൂപ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാപ്തനാക്കിയത്. ഈ ടെക്നോളജിക്ക് എന്തെങ്കിലും വലിയ റോക്കറ്റ് ടെക്നോളജിയുടെ പവർ ഉണ്ടോ? എന്തെങ്കിലും വലിയ കണ്ടുപിടുത്തമാണോ? ഇതൊക്കെയാണ് കുട്ടികളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റി. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വേറിട്ട ചിന്താഗതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഒരുപാട് സ്പൈസസ് ഇത് നടക്കുമല്ലേ? ഈ സ്പൈസസിനെ എങ്ങനെ മാക്സിമം റേറ്റിലേക്ക് സെയിൽ ചെയ്യാൻ പറ്റും? എന്തിനാ ഞാൻ കാഞ്ഞിരപ്പള്ളിയിലെ കുട്ടിക്കാലത്തെ ഉദാഹരണം തന്നെ പറയാം. നമ്മുടെ ഡയസിന്റെ കീഴിലുള്ള പീരിമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. പീരിമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി ചെയ്യുന്നത് എന്താണെന്നറിയാവോ? 4 കുടുംബങ്ങളെ എടുത്തിട്ട് അവര് ഓർഗാനിക് ഫാമിംഗ് എങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞിട്ട് അവർക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. 4 കുടുംബങ്ങൾക്കായിരിക്കില്ല കേട്ടോ, 4 കുടുംബങ്ങളുടെ ഒരു ക്ലസ്റ്റർ. അങ്ങനെ ഒരു 10-20 ക്ലസ്റ്ററുകൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്ത് തരാൻ സാധിക്കുമെങ്കിൽ, ഗ്രീൻ റെവല്യൂഷന്റെ ഔട്ട്പുട്ട് ആയിട്ടുള്ള കൃഷി രീതി അല്ല, സാധാരണക്കാരന്റെ കെമിക്കൽസ് യൂസ് ചെയ്യാതെയുള്ള ഓർഗാനിക് ഫാമിംഗ് ചെയ്തു തരാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾ ഡയറക്റ്റ് വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് നന്നായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഏകദേശം 1000-ഓളം ക്ലസ്റ്ററുകളുണ്ട്. എന്ന് പറഞ്ഞാൽ 4000-ഓളം കുടുംബങ്ങളെ കണക്ട് ചെയ്ത് ഓർഗാനിക് ഫാമിംഗ് ഇപ്പൊ നടക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഈ ഓർഗാനിക് ഫാമിംഗ് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് സപ്പോർട്ടായി ഈ PDS ചെയ്തു കൊടുത്തതെന്ന് അറിയാവോ? PDS നബാർഡ് എന്ന് പറയുന്നത് അറിയാലോ, നബാർഡ് വഴി ഫെഡറൽ ബാങ്കിനെ കണക്ട് ചെയ്തു. ഫെഡറൽ ബാങ്ക് ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് 2 ലക്ഷം രൂപ ഈ 4 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു ക്ലസ്റ്ററിന് ലോണായിട്ട് കൊടുത്തു. ഇവര് ആ കാശ് വാങ്ങിയിട്ട് കൃഷി ചെയ്താൽ മതി. കൃഷി ചെയ്ത് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം ബാങ്കിലേക്ക് അടച്ചാൽ മതി. അങ്ങനെ ഓരോ ക്ലസ്റ്ററും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ 1000-ഓളം ക്ലസ്റ്ററുകൾ ഡെവലപ്പ് ചെയ്തു വന്നു. 1000-ഓളം ക്ലസ്റ്ററുകൾ നിങ്ങൾ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ PDSൽ എപ്പോഴെങ്കിലും ഒക്കെ പോകാൻ സാധിക്കുന്ന സമയം നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഒരു പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ചെന്ന് കാണണം. നിങ്ങൾ എന്താ കാണണം? അവിടെ കോർപ്പറേറ്റ് ഓഫീസിൽ എപ്പോഴും എൻട്രി കിട്ടുമെന്ന് എനിക്കറിയില്ല. കോർപ്പറേറ്റ് ഓഫീസിൽ ഒരു റാക്ക് ഉണ്ട്. ആ റാക്കിൽ ഒരുപാട് അവരുടെ പ്രോഡക്ട്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? വെറും ഏലവും ചുക്കും അല്ലെന്നുണ്ടെങ്കിൽ പെപ്പറും ഒക്കെയാണ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ബോട്ടിൽ ഞങ്ങളുടെ ഹോസ്റ്റലിലെ അച്ഛനായിരുന്നു
ജിൽസൺ അച്ഛനാണ് ഇപ്പൊ അവിടുത്തെ ഡയറക്ടർ. അത് കാരണം ഞാൻ അച്ഛനുമായിട്ടുള്ള അടുപ്പം കാരണം ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കൂടെ ഞാൻ പോയി. അത് ഞാൻ അതിലേക്ക് വരാം. ഒരു ബോട്ടിൽ ഒരു പേര് എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇതിനകത്ത് പേരൊന്നും ഇല്ലാത്ത, ബ്രാൻഡ് നെയിം ഒന്നും ഇല്ലാത്ത? സാർ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഈ സാധനം ഞങ്ങൾ ജർമ്മനിയിലേക്ക് അയക്കുക. ജർമ്മനിയിൽ അയച്ചിട്ട് ജർമ്മൻ കമ്പനി അവരുടെ ലേബലിലാണ് ഈ സാധനം അയക്കുന്നത്, സെയിൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ ചുറ്റുപാടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പവർ എന്താണെന്നറിയാവോ? ഞങ്ങളുടെ കോളേജില് 5 കോടി രൂപയുടെ ബയോനെസ് എന്ന പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റ് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒരു റീസൺ, ഞങ്ങൾക്ക് PDSO-ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് ഈ പ്രോജക്റ്റിന്റെ, ഞങ്ങളുടെ 5 കോടി രൂപയുടെ ഈ പ്രോജക്റ്റിന്റെ ഇവാലുവേഷന് വേണ്ടി വന്നത് IIM ബാംഗ്ലൂരിലെ ഒരു പ്രൊഫസറാണ്. IIM ബാംഗ്ലൂരിലെ പ്രൊഫസർ അവിടെ പോയി ഇൻസ്പെക്ഷനെ കഴിഞ്ഞു, ഞങ്ങൾക്ക് പ്രോജക്ട് സാങ്ഷൻ ചെയ്തു, ഇറ്റ് ഇസ് റണ്ണിങ് റൈറ്റ് നൗ. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് ഒരു മെയിൽ അയച്ചു, ഷെറിൻ സാറെ നിങ്ങളുടെ മാനേജ്മെന്റായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് ഈ PDS-നെ കുറിച്ച് ഒരു കേസ് സ്റ്റഡി വർക്ക് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് അതിനുവേണ്ടി ഒരു പെർമിഷൻ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് ഇന്ത്യയിലെ 2ാമത്തെ വലിയ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനായ IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ പ്രൊഫസറാണ് എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് നമ്മുടെ ചുറ്റുപാടിലെ ചെറിയ ഇതൊക്കെ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഇതൊക്കെ വിറ്റ്നസ് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്. അതാണ് കാഞ്ഞിരപ്പള്ളിയുടെ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഒരുപാട് എസ്റ്റാബ്ലിഷ്മെന്റ്സ്, ഹോം ഗ്രോൺ നിങ്ങളൊന്ന് ചെന്ന് നോക്കിയേ, നിങ്ങളുടെ ചുറ്റുപാടുള്ള ഈ എരുമേലിക്കടുത്ത് 200-400 എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹോം ഗ്രോണിന്റെ ഓണറൊക്കെ നിങ്ങളുടെ റാണി ചക്കോ മാഡത്തിന് അത് കൃത്യമായിട്ട് സാറിന് അറിയാമായിരിക്കാം, റിലേറ്റീവ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഹോം ഗ്രോണിന്റെ ഓണറൊക്കെ വിളിച്ച് നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ നടത്തി നോക്കുക. ഹോം ഗ്രോണിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് വളരെ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പേരായിട്ട്, ഒരു 4-5 പേരായിട്ട് ആ ഓണറുമായിട്ടൊന്ന് സംവാദിക്കാൻ നിങ്ങൾ ചെന്ന് നോക്കുക. എന്തെന്തോ ഒരു ആശയത്തിന്റെ കലവറയാണ് ഇന്ത്യൻ യുവത്വം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പ്രസ്താവിക്കാനുള്ളത്. അതിന് കാഞ്ഞിരപ്പള്ളി ഒരു ഉദാഹരണമാണ്. അടുത്ത ലെവലിലേക്ക് കാഞ്ഞിരപ്പള്ളിയെ കൈപിടിച്ചുയർത്താൻ, അല്ലെന്നുണ്ടെങ്കിൽ ഇടുക്കി, കോട്ടയം ഡിസ്ട്രിക്റ്റുകളെ കൈപിടിച്ചുയർത്താൻ ഈ പറയുന്ന സെന്റ് ഡൊമിനിക്സിലെ യുവാക്കൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് വാസ്തവം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണുന്ന ആ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. റെഡ് ബസ് കേട്ടിട്ടുണ്ടോ? റെഡ് ബസ് കേട്ടിട്ടുണ്ടോ? റെഡ് ബസ്. ഹലോ കേട്ടിട്ടില്ല. ഓക്കെ. റെഡ് ബസ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഓൺലൈൻ ബസ് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ ബസ് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം വലിയ കമ്പനി ആയിപ്പോ. ഈ ബസ് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമിന്റെ തുടക്കം എങ്ങനെയാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് അദ്ദേഹത്തിന്റെ കാമുകിയുമായിട്ട് ഒരു യുവാവിനെ പോണം. അന്ന് അദ്ദേഹം ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അദ്ദേഹം ഫേസ് ചെയ്ത പ്രശ്നം, ഒരു ബസ് ടിക്കറ്റ് കൗണ്ടറിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഇവരുടെ രണ്ടുപേരും ടിക്കറ്റ് എടുക്കാൻ ഒരു ചമ്മല്. അത് കാരണം എനിക്ക് വീട്ടിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്റെ കാമുകിയും കൊണ്ട് എനിക്ക് സുന്ദരമായിട്ട് യാത്ര ചെയ്യാമല്ലോ, ബസ്സിനകത്ത് കയറുന്ന പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ. ആ പ്രോസസ്സാണ്, ആ തോട്ട് പ്രോസസ്സാണ് ശരിക്കും റെഡ് ബസ് എന്ന വലിയൊരു പ്രസ്ഥാനം. റെഡ് ബസ് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസ്റ്റീജിയസ് ജോലിയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് റെഡ് ബസ് എന്നുള്ള പ്രസ്ഥാനത്തിനെ ഉയർത്തിയെടുക്കാൻ പറ്റി. ഈ ഉയർത്തിയെടുക്കാൻ പറ്റിയതിനുള്ള ഒരു റീസൺ സ്വാഭാവികമായിട്ട് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലവണ്ണം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളുമായിട്ട് നമുക്ക് തോന്നുന്ന അനുരാഗത്തിന്റെ ഭാഗം എന്താ, ഒരു ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളെ തന്നെ ആ ഒരു പ്രോസസ്സിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. നമ്മൾ അറിയാതെ നമ്മൾ വളരെയധികം അവരുമായിട്ട് അടുക്കും. നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും. നമ്മളെ തന്നെ കമ്മിറ്റഡ് ആക്കുന്ന ഒരു മൊമെന്റ് ആണ്. ഈ കമ്മിറ്റഡ് ആക്കുന്ന മൊമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ചിന്താഗതി, ഈ കാമുകിയെ കൊണ്ട് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യാൻ, സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ എനിക്ക് വീട്ടിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ചിന്താഗതി. ആ ഒരു പ്രോസസ്സ് അവിടെ, ആ ഒരു കാമുക ബന്ധത്തിന്റെ ഒരു മൈൻഡ് അല്ലെങ്കിൽ ചിന്താഗതി അവിടെ ഉണ്ടായിരുന്ന കാരണം ഇതിന്റെ ഓണർ ആ ഒരു ചിന്തയിൽ ഒരുപാട് അങ്ങ് മുഴുകി, ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്തു, ഒരുപാട് നന്നായിട്ട് ചിന്തിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണെന്ന് അറിയാമോ? അദ്ദേഹം ഒരു ബസ് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തു. ഈ ഒരു ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇതുപോലൊരു സിസ്റ്റം വരുന്നതിന് അദ്ദേഹത്തെ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദാറ്റ് തോട്ട് പ്രോസസ് എന്ന് ഞാൻ ചിന്തിക്കുന്നു.
ആ തോട്ട് പ്രോസസ്സിനുള്ള ഇൻസ്പിറേഷൻ നമുക്ക് അദ്ദേഹത്തിന്റെ കാമുകിയോടുണ്ടായിരുന്ന ആ ആത്മബന്ധമാണ്. ഈ ആത്മബന്ധം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്റെ കുടുംബത്തെ ഈ ഏരിയയിലെ ഒരു പ്രമുഖ ഒരു പ്രമുഖ സാമ്പത്തിക ശക്തിയായിട്ട് വളർത്തിയെടുക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന നിങ്ങളുടെ അടുത്ത തലമുറയെക്കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചോ ഉള്ള ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൂടെ ഹൊറൈസോൺസ് ഇല്ലാത്ത, ചക്രവാളങ്ങളില്ലാത്ത ചിന്താഗതികളുടെ ധാരയായിരിക്കും യുവാക്കളുടെ മനസ്സിലെന്നുള്ളതിനും സംശയമൊന്നുമില്ല. അത് കാരണം തീർച്ചയായും ഈ പറയുന്ന നിങ്ങളുടെ കാമുകനോടോ കാമിയോടോ കാണിക്കുന്ന ആ ഡെഡിക്കേഷൻ നിങ്ങളുടെ ലൈഫിലെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രം. ഇംപ്ലിമെന്റേഷൻ ലെവൽ രണ്ടാമതാണ് ഞാൻ പറയാൻ പോണേ. ആ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ രണ്ടാമത്തെ സ്റ്റേജാ. ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചെടുക്കാൻ സാധിച്ചാൽ ഒരുപാട് വളർച്ചയുടെ പന്ഥാവുകൾ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾക്ക് സാധിക്കുക, ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂം ഔട്ട് ചെയ്തിട്ട് വായിച്ചു നോക്കാം. നിങ്ങളുടെ സ്ക്രീനിൽ സൂം ഔട്ട് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ഈ ഒരു സംഭവത്തെ കുറിച്ച് കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എന്താ സംഭവം എന്നറിയാവോ? ഫ്രഷ് ഹാപ്പി ഹെൻ എന്ന് പറയുന്ന ഒരു മുട്ടക്കച്ചവടക്കാരനുണ്ട്. ഈ മുട്ടക്കച്ചവടക്കാരനെ കുറിച്ച് ജസ്റ്റ് സംസാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ മുട്ടക്കച്ചവടക്കാരന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? നമ്മുടെ മധുരക്കാരന, ഹാഫ് പാരാലിസിസ് ബാധിച്ചയാള്. അദ്ദേഹത്തിന് ആകെ അറിയാമായിരുന്ന ജോലി എന്താണെന്നറിയാവോ? പച്ചിലകൾ എടുത്തിട്ട് എണ്ണ കാച്ചി സിദ്ധ മെഡിസിൻസ് ഉണ്ടാക്കി വെക്കും. രാവിലെ ബന്ധുക്കൾ എല്ലാവരും കൂടെ കുറച്ച് പച്ചില പറിച്ചുകൊണ്ട് വരും. ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം എണ്ണ കാച്ചുന്നത്. ഈ എണ്ണയാണ് അദ്ദേഹം സെയിൽ ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ പച്ചിലയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. ഈ പച്ചില അവിടെ വീട്ടിൽ വെച്ചിരുന്നു. അദ്ദേഹം ഉച്ചയ്ക്ക് എണ്ണ കാച്ചാൻ വീൽ ചെയറിൽ മൂവ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ടയർഡ് തോന്നിയപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയാവോ? ഇന്ന് ഞാൻ എണ്ണ കാച്ചാൻ പോകുന്നില്ല, അതുകൊണ്ട് ആ പച്ചിലകളെ അദ്ദേഹം എടുത്തിട്ട് വീൽ ചെയർ ഉരുട്ടി വീണ്ടും വരാന്തയിൽ വന്നിട്ട് മുറ്റത്തേക്ക് എറിഞ്ഞു. നാളെ ഞാൻ ഈ പച്ചില കൊണ്ട് കാച്ചാൻ പോകുന്നില്ല, ഫ്രഷ് ആയിട്ടുള്ള സാധനം കൊണ്ട് ഞാൻ എണ്ണ കാച്ചു. ഇതേപോലെ തീരുമാനം. എന്നിട്ട് സമയം പോകാത്തത് കൊണ്ട് വരാന്തയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിൽ 4-5 നാടൻ കോഴികളുണ്ടായിരുന്നു. ഈ നാടൻ കോഴികൾ വന്നിട്ട് ഈ പച്ചിലയെ കൊത്തിപ്പറക്കി കഴിക്കുന്ന അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത എന്താണെന്നറിയോ? ചേട്ടാ, ഇത് കൊള്ളാമല്ലോ, ഞാൻ ഏകദേശം 300 മുതൽ 500 രൂപ വരെ ഒരു മാസം കോഴിത്തീറ്റ വാങ്ങാൻ വേണ്ടി ചിലവഴിക്കുന്നു. അതിന് പകരം ഞാനൊരു കാര്യം ചെയ്താൽ മതിയല്ലോ, ഈ പച്ചില പറിച്ചുകൊണ്ട് വരുമ്പോൾ കുറച്ച് കൂടുതൽ പച്ചില പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ കോഴിക്ക് അങ്ങ് കൊടുക്കാമല്ലോ, എനിക്ക് അതും കൂടെ ലാഭമല്ലേ, പച്ചില പറിക്കുന്നതിന് കൂടുതൽ കാശ് ചിലവാകില്ലല്ലോ. ഇത്രയുള്ള തോട്ട് പ്രോസസ്സ്. വളരെ നിസ്സാരമായ ചിന്താഗതിയാണ്. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കോഴിക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ പച്ചില കൊടുക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കോഴിമുട്ടയുടെ കളറിൽ ഒരു ചേഞ്ച്, ഒരു ചെറിയ റോസ് കളർ വന്നു തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ്ടും ഒരു ചിന്താഗതി ഉയർന്നു വന്നു. എന്താണെന്നറിയോ? എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ എന്തുകൊണ്ടെന്നുള്ള ചോദ്യം എനിക്ക് എന്നോട് ചോദിക്കാം. സമൂഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയെന്നിരിക്കില്ല. എനിക്ക് എന്നോട് ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാലുള്ള ഔട്ട്പുട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണേ. എന്തുകൊണ്ട് ഇതുണ്ടാ ഇങ്ങനെ സംഭവിച്ചു? അദ്ദേഹം ആ കോഴിമുട്ട എടുത്തിട്ട് ആ കോഴിമുട്ടയുടെ ന്യൂട്രീഷൻ വാല്യൂ ഒന്ന് ടെസ്റ്റ് ചെയ്തു. ന്യൂട്രീഷൻ വാല്യൂ ടെസ്റ്റ് ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാവോ? ഇത് ഓർഗാനിക് എഗ്ഗ, കാറ്റിൽ ഫീഡ് അല്ലെങ്കിൽ കോഴിക്ക് തീറ്റ കൊടുത്തിട്ടല്ല ഇത് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ കോഴിമുട്ടയുടെ ന്യൂട്രീഷൻ വാല്യൂ ടെസ്റ്റ് ചെയ്തപ്പോൾ ലണ്ടൻ ഫുഡ് സൊസൈറ്റി പ്രിസ്ക്രൈബ് ചെയ്യുന്ന സെയിം ന്യൂട്രീഷൻ വാല്യൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കിത് ഈ ബിസിനസ് നടത്തിയിട്ട് കൂടുതൽ കാശ് സമ്പാദിച്ചുകൂടാ? അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ചിന്താഗതി. ബാംഗ്ലൂർ, ഇത് മധുരയാണ്, മധുരയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് അധിക ദൂരമില്ല, നല്ല റോഡ് കണക്ടിവിറ്റി ഉണ്ട്. ബാംഗ്ലൂരിലുള്ള ഓർഗാനിക് ഷോപ്പുകളെ അദ്ദേഹം നെറ്റിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിക് എഗ് ഉണ്ട്, നിങ്ങൾക്ക് വേണോ, സെയിൽ ചെയ്യാൻ വേണോ? അവർക്ക് സെയിൽ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഈ കോഴിമുട്ടയെ 10 രൂപയ്ക്ക് സ്വന്തം നാട്ടിൽ സെയിൽ ചെയ്യുന്നതിനേക്കാൾ അങ്ങോട്ട് കൊടുത്തയച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓർഗാനിക് ഷോപ്പുകളിൽ കൊടുത്തയച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നല്ല ഡിമാൻഡിങ് ആകാൻ തുടങ്ങി. ഡിമാൻഡ് ആയി കഴിഞ്ഞപ്പോൾ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? റിക്വയർഡ് പ്രോഡക്റ്റ് ഇല്ല, ഡിമാൻഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വില കൂടും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, കോമൺ സിസ്റ്റമാണ്. അങ്ങനെ വില കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു കോഴിമുട്ടയ്ക്ക് 25 രൂപയ്ക്കും 30 രൂപയ്ക്കും ഇടയിൽ സെയിൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയാമോ? നല്ലൊരു പോൾട്രി ഫോമിങ് ചെയ്തു. പോൾട്രി ഫോം ചെയ്തിട്ട് എന്താണെന്നറിയാമോ? കോഴികളെ അടച്ചിട്ട് വളർത്തേണ്ടതല്ല, വലിയൊരു ഏരിയയിൽ, അവിടെ ലാൻഡൊക്കെ വളരെ വില കുറവല്ലേ, വലിയൊരു ലാൻഡിൽ വളരെ ഫ്രീ ആയിട്ട് കോഴികളെ വളർത്തണം. ഇത് നാച്ചുറൽ ആയിട്ട് ഫീൽഡിൽ പോയി കോഴി തീറ്റ കണ്ടെത്തി അത് വെച്ചിട്ട് അത് വളരണം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തമായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ചുറ്റുപാടിനും ഒബ്സർവ് ചെയ്തപ്പോൾ കിട്ടിയതാ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോയിട്ടല്ല പഠിച്ചത്, ഇത് പഠിക്കാൻ പോയിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടല്ല ഇത് ഡെവലപ്പ് ചെയ്തത്. ചുറ്റുപാടിൽ നടക്കുന്ന സംഭവങ്ങളെ ചുമ്മാ തന്നെ കണക്ട് ചെയ്ത് ചിന്തിച്ചു എന്നുള്ളതേ ഉള്ളൂ.
അദ്ദേഹത്തിന് ഞാൻ ഹാപ്പി ഹെൻ എന്ന സൈറ്റിൽ ആദ്യം ഇപ്പോഴും ആ സൈറ്റൊക്കെ മാറി സൈറ്റിൽ നോക്കുന്ന സമയത്ത് കോഴി മണ്ണിൽ കിടന്ന് ഇങ്ങനെ കടയണ ഫോട്ടോ ഇട്ടിട്ട് ഇത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇത് കോഴിയുടെ ഒരു നാച്ചുറൽ പ്രോസസ് ആണ്, ഇങ്ങനെ കടഞ്ഞാൽ മാത്രമേ ബോഡിയിലുള്ള എല്ലാ എൻസൈംസും വർക്ക് ചെയ്യൂ എന്ന്. അതുകൊണ്ട് എന്റെ വീട്ടിലെ എന്റെ ഫാമിലെ കോഴികളെ വളരെ ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് വളർത്തി നാടൻ കോഴിമുട്ടയാണ് ഞാൻ ഓർഗാനിക് കോഴിമുട്ടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ സൈറ്റ് എഗെയിൻ ഞാൻ വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് അവൈലബിൾ എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഒരു വർഷം മുന്നേ ആ സൈറ്റിൽ നിന്ന് എടുത്താ. ഞങ്ങളുടെ ഫാമിലെ കോഴികളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഫ്രീഡം ഫ്രം ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. ദാഹവും ഇല്ല, വിശപ്പും ഇല്ല, എല്ലാം അവൈലബിൾ ആണ്. അവർക്ക് ഒരു ഡിസ്കംഫർട്ടും ഇല്ല. സൂം ഔട്ട് ചെയ്ത് വായിച്ചു നോക്കിയാൽ അറിയാം, ഒരു ഡിസ്കംഫർട്ടും ഇല്ല. കംഫർട്ടബിൾ ആയിട്ട് നാച്ചുറൽ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് പെയിൻ ഇല്ല, ഇഞ്ചുറി ഇല്ല, അസുഖങ്ങളില്ല. പറയുന്നത് മനുഷ്യനെ കുറിച്ചല്ല കോഴിയെ കുറിച്ചാണെന്നുള്ള വാസ്തവം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അവർക്ക് നാച്ചുറൽ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഞാൻ പറഞ്ഞ മണ്ണിൽ കിടന്ന് കടയുന്നത്, അതവരുടെ ഈ ആന പൂഴിയെടുത്തിട്ട് ദേഹത്തോടെ എറിയുന്നത്, ചെളി പൗരി ദേഹത്തോടെ എറിയുന്നത്, അതൊക്കെ അവരുടെ നാച്ചുറൽ പ്രോസസ്സിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള നാച്ചുറൽ ബിഹേവിയറിനുള്ള എല്ലാ സാഹചര്യങ്ങളും എന്റെ ഫാമിൽ കൊടുത്തിട്ടാണ് ഞാൻ കോഴി വളർത്തുന്നത്. ഏറ്റവും അവസാനത്തെ ഡയലോഗാണ് എനിക്ക് ഏറ്റവും അവസാനത്തെ പോയിന്റാണ് എന്നെ ഏറ്റവും ത്രസിപ്പിച്ചത്. ഫ്രീഡം ഫ്രം ഫിയർ ആൻഡ് ഡിസ്കംഫർട്ട്. ഇവർക്ക് ഫിയറിൽ നിന്നും ഡിസ്കംഫർട്ടിൽ നിന്നും ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ എൻ്റെ ഫാമിൽ കോഴികളെ വളർത്തുന്നു. ഈ കോഴിമുട്ടയാണ് ഞാൻ സെയിൽ ചെയ്യാൻ പോകുന്നത്. അന്ന് അദ്ദേഹത്തിന് ബ്രാൻഡ് ചെയ്തെടുക്കാൻ പറ്റി. ബ്രാൻഡ് ചെയ്തെടുത്തതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നറിയോ? ഔട്ട്പുട്ട് 30 രൂപയ്ക്ക് ഒരു കോഴിമുട്ട വിൽക്കാൻ സാധിക്കുന്നു. 25 മുതൽ 30 രൂപ വരെ റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിന്റെ വേറൊരു സൈഡിനെ കുറിച്ചാണ് ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ ഫാമിൽ ഇപ്പോൾ 6000 ഇത് 2-3 വർഷം മുന്നേ, ഇപ്പൊ അത് വളരെ വലുതായിട്ടുണ്ടാവും, 6000 കോഴികളുണ്ട്. ഒരു കോഴിമുട്ടയ്ക്ക് 30 രൂപയ്ക്കും 25 രൂപയ്ക്കും ഇടയ്ക്ക് ഞാൻ 28 രൂപ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 28 into 6000 കോഴിയുള്ളപ്പോൾ 1500 കോഴിമുട്ട ദിവസം അദ്ദേഹത്തിന് വിൽക്കാൻ കിട്ടുന്നുണ്ട്. 1500 eggs into each egg cost 28 rupees. 1500 into 28 into 365 days, 1 year. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1,53 ലക്ഷം രൂപയോളം വരുന്നു ആ കോസ്റ്റ്. ഒരു ബിസിനസിന്റെ ഔട്ട്പുട്ടാണ് ഞാൻ പറയണം. ഞാൻ എന്നിട്ട് 1,53 ലക്ഷം രൂപയെ വെറുതെ 12 മാസം കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തു. ഏകദേശം 8,4 ലക്ഷം രൂപയോളം ഒരു മാസം ലാഭം കിട്ടുന്നു. ഒരു മാസത്തെ സാലറിയാണ് 8,4 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഈ 8,4 ലക്ഷം രൂപയുടെ ഈ പ്രോഫിറ്റ് കൊണ്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ചീഫ് സെക്രട്ടറിക്ക് കിട്ടുന്ന സാലറിയുടെയും ടോട്ടൽ പെർക്സിനേക്കാൾ കൂടുതൽ ഇതുപോലെയുള്ള വെറും സാധാരണക്കാരന്റെ ചിന്താഗതിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇന്നിന്റെ യുവത്വത്തെ പ്രചോദിപ്പിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ് ഞാൻ പറയണേ. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹാർവാർഡിൽ പോയി പഠിക്കുകയല്ല ചെയ്തത്, സ്വന്തം ചുറ്റുപാടുകളിലേക്ക് കൃത്യമായിട്ട് കണ്ണോടിച്ച് നോക്കി എന്നുള്ളതാണ് വാസ്തവം. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അങ്ങനെ 1,53 ലക്ഷം രൂപ മുട്ട വിറ്റ് മാത്രം കിട്ടുന്ന വരുമാനമാണ്. 1,53 ലക്ഷം രൂപയിൽ 53 ലക്ഷം രൂപ നമ്മുടെ സെയിൽസിന്റെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന്റെ അല്ലെങ്കിൽ കോഴിത്തീറ്റ വാങ്ങുന്നതിന്റെ കോസ്റ്റ് ആയിട്ടാണ്. 1 കോടി രൂപ ഞാൻ ലാഭമായിട്ട് കണക്കാക്കണുള്ളൂ. ആ 1 crore divided by 12 months ആണ് 8 lakh rupees ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. എന്നിട്ട് ഈ കോഴി വളർത്തുന്ന കോഴിയില് ഈ കോഴിയെ മുട്ടക്കോഴിയായിട്ട് എഗെയിൻ സെയിൽ ചെയ്യുന്നു, ഇറച്ചിക്ക് സെയിൽ ചെയ്യുന്നു. ആ കോഴിയുടെ വില അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കോഴി മീറ്റിന്റെ റേറ്റ് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പ്രോഫിറ്റ് ആണ് ആ കമ്പനി ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മീൻ കച്ചവടത്തിന്റെ കാര്യം, ഇപ്പൊ ഞാൻ പറഞ്ഞ കോഴി മുട്ട കച്ചവടത്തിന്റെ കാര്യം, ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ ഇതുപോലെയുള്ള എക്സാമ്പിൾസ് കോട്ട് ചെയ്യാനുള്ള പ്രൈമറി റീസൺ, ഞാൻ റോക്കറ്റ് ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ നാസയുടെ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ നമുക്ക് പ്രാപ്തമായ ടെക്നോളജിക്ക് പോലും ഇത്രയും വലിയ ഇമ്പാക്ട് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കാൻ വേണ്ടി മാത്രമാണ്. ജഗന്നാഥൻ എന്നൊരു വ്യക്തി ചെന്നൈക്കടുത്ത് കോഴ്സ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ജോലിയില്ല, നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ചെന്നൈക്ക് അടുത്തുള്ള ഒരു കുഗ്രാമത്തിലാണ് താമസം. ആ ഗ്രാമത്തിൽ 243 ആൾക്കാരുണ്ട്, ഫാമിലീസ് ഉണ്ട്. അദ്ദേഹത്തിന് ഒരു ബിസിനസ് മോഡൽ മനസ്സിൽ വരാത്ത കാരണം 243 ഫാമിലീസിലും പോയിട്ട് ചുമ്മാ ഒരു സർവേ നടത്തി. അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കി സർവേ നടത്തി. എന്താണെന്നറിയാമോ? ആ സമൂഹത്തിന്റെ വ്യവസ്ഥിതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തെടുത്തത്. അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹം മനസ്സിലാക്കി ഈ 243 ഫാമിലിയുമായിട്ട് ഒരു വർഷം 1,60 ലക്ഷം രൂപ ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ടോ ആൽക്കഹോളിന് വേണ്ടിയിട്ടോ മെഡിസിന് വേണ്ടിയിട്ടോ ചിലവാക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു.
ഫെർട്ടിലൈസർ, മെഡിസിൻ, ആൽക്കഹോൾ, ഇത്രയും സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് 1,60,00,000 രൂപ 243 കുടുംബങ്ങളായിട്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വലിയൊരു എമൗണ്ടാണ്. ചുമ്മാ അദ്ദേഹം കണക്ട് ചെയ്ത് ചിന്തിച്ചു. ആ ചിന്താഗതിയാണ് പേഴ്സണലൈസ് തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്. പേഴ്സണലൈസ്ഡ് ആയിട്ട് അദ്ദേഹം ചിന്തിച്ചു. എന്താ സംഭവിച്ചെന്ന് അറിയാവോ? ഈ ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് ഗീൽഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത്. ഈ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെല്ലാം അൺവാണ്ടഡ് കെമിക്കൽസ് കയറി വരും. നാച്ചുറൽ ഇൻഗ്രീഡിയന്റിന് പകരം അൺവാണ്ടഡ് കെമിക്കൽസ് കയറി വരുന്നു. ഈ അൺവാണ്ടഡ് കെമിക്കൽസിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാവോ? അസുഖമാണ്. ക്യാൻസർ പോലെയുള്ള മാരാരോഗങ്ങൾക്ക് കുടുംബങ്ങൾ അടിമപ്പെടുന്നു. കുടുംബങ്ങൾ അടിമപ്പെട്ട് ആകെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ കുടുംബനാഥന്മാര് നേരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നു. അങ്ങനെ ഈ ചെയിനായിട്ടുള്ള ഈ ഒരു സാധനം ഡെവലപ്മെന്റിന്റെ ഔട്ട്പുട്ടായിട്ട് എന്റെ നാട്ടില് 1,60,00,000 രൂപ ഒരു വർഷം ചെലവഴിക്കുന്നു എന്നുണ്ടെങ്കിൽ എനിക്കിത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനുള്ള പ്രോബ്ലം എന്താ? ബേസിക് പ്രോബ്ലം ഫെർട്ടിലൈസേഴ്സിന്റെ മാസീവ് യൂസേജ് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ചെയ്ത് എന്താണെന്ന് അറിയാവോ? ഒരു ചീര, നല്ല കീരയില്ലേ, നല്ല കീര എന്നാണ് കമ്പനിയുടെ പേര്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം പിന്നീട്. ഈ നല്ല കീര എന്ന് പറയുന്ന ഒരു നല്ല കീര, തമിഴ്നാട്ടിൽ അത് കീരയാണ്. നല്ല കീര എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങി. ആ കമ്പനിക്ക് 1/2 ഏക്കർ സ്ഥലം ലീസിനെടുത്തിട്ട് ഓർഗാനിക് രീതിയിൽ എക്സാക്ട്ലി ചീര കൃഷി ചെയ്യാൻ തുടങ്ങി. ചീര കൃഷി ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ചെന്നൈയിലെ മാർക്കറ്റുകളിലേക്ക്, സാധാരണ മാർക്കറ്റുകളിലേക്ക് ഈ ചീര കൊടുത്തയക്കാൻ തുടങ്ങി. അവിടെ നിന്ന് സെയിൽ നടക്കുന്നു. സെയിൽ നടന്നപ്പോൾ ഡിമാൻഡ് കൂടി. ഈ ഓർഗാനിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയാവോ? ആ ഈവനിങ് മാർക്കറ്റുകളിൽ നിന്ന് ഈ പറയുന്ന ചീരയുടെ സ്പേസ് മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലേക്ക് മാറി. ആൾക്കാർ വന്ന് മാർജിൻ ഫ്രീയിലെ ആൾക്കാർ വന്ന് ഈ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. മാർജിൻ ഫ്രീയിലെ ആൾക്കാർ വന്ന് സാധനം വാങ്ങാൻ തുടങ്ങിയപ്പോൾ ഈ പറയുന്ന ജഗന്നാഥൻ എന്ന വ്യക്തിക്ക് ആ ബിസിനസിന്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. എന്താണെന്നറിയാവോ? അദ്ദേഹം തന്നെ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ചെന്നൈയിലൊക്കെ അങ്ങ് പബ്ലിഷ് ചെയ്ത് എന്താണെന്നറിയാവോ? നിങ്ങൾ എന്റെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ചീര വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് 3 മാസത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും. 3 മാസത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 2,700 സംതിങ് റുപ്പീസ് ആണ് 3 മാസത്തെ. സോറി, ഞാൻ അതിപ്പോ പറയാം എമൗണ്ട്. ഒറ്റ സെക്കൻഡ്. ആ ഒരു എമൗണ്ട് ഞാനിപ്പോ പറയാം. 1,375 രൂപ 3 മാസത്തേക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ 50 മുതൽ 100 ഗ്രാം വരെയുള്ള ഒരു ബണ്ടില് നിങ്ങളുടെ വീട്ടിലെത്തിക്കും. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന 10 രൂപയ്ക്കുള്ള ചീരയുടെ കെട്ടിന് പകരം കുറെ നാളത്തേക്ക് മുന്നേ ഈ പറയുന്ന ഒരു ഓർഗാനിക് ഫാമിങ്ങിന്റെ ഔട്ട്പുട്ട് ആണെന്ന് ബ്രാൻഡ് ചെയ്തിട്ട് അദ്ദേഹം വീടുകളിൽ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. ഈ ഒരു ആഴ്ചയിൽ ഒരു കെട്ട് വെച്ച് 11 ആഴ്ചകളിൽ 3 മാസത്തിൽ 11 ആഴ്ചകളിൽ ഈ സാധനം വീട്ടിലെത്തിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് 1,375 രൂപ ഒരു ഫീറ്റിൽ നിന്ന്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്നറിയോ സംഭവിക്കുന്നത്? ഒരു കെട്ടിന് ഏകദേശം 100 രൂപയിൽ കൂടുതൽ കോസ്റ്റ് വരുന്നു എന്നുള്ളതാണ്. 10 രൂപയ്ക്ക് മാർക്കറ്റിൽ കൊടുക്കുന്ന സാധനത്തെ 100 രൂപയ്ക്ക് വീടുകളിൽ എത്തിക്കുന്ന സിസ്റ്റത്തിലേക്ക് ഈ നല്ല കീര എന്ന് പറയുന്ന കമ്പനിക്ക് വരാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ 6 മാസത്തെ പ്രിസ്ക്രിപ്ഷൻ മോഡൽ 2,750 രൂപ, ഒരു വർഷം എല്ലാ ആഴ്ചയിലും 52 ബണ്ടിൽ വീട്ടിലെത്തിക്കും 4,460 രൂപ. ഇങ്ങനെയുള്ള പുതിയ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ മോഡൽസ്, സബ്സ്ക്രിപ്ഷൻ മോഡൽസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അദ്ദേഹം കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാവോ? സംഭവിച്ചത് വളരെ നിസ്സാരമായ കാര്യമാണ്. നാട്ടുകാരെല്ലാവരും കൂടെ ഈ സാധനം വാങ്ങാൻ തുടങ്ങി. ഖത്തർ എയർവേസിന്റെ ഫിനാൻസ് ഹെഡ് ജോലി റിസൈൻ ചെയ്തിട്ട് ഈ പറയുന്ന ജഗന്നാഥൻ എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം ജോയിൻ ചെയ്തു. ഞാൻ ഈ ജഗന്നാഥനെ ആദ്യമായിട്ട് കാണുന്നത് യസ് പ്രോഗ്രാം എന്ന് പറയുന്നത്, നിങ്ങളുടെ ടീച്ചർ ആ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ജഗന്നാഥന് ഒരു കറുത്ത ഷർട്ടും കറുത്ത പേശിയും കൈലിയും കൊടുത്തിട്ട് ഒരു യങ് ഓണ്ടർപ്രണേഴ്സ് സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് നടന്ന മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ജിജ്ഞാസയാണ്, അദ്ദേഹത്തിന്റെ ആ വാഗ്ദാരണിയാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി സാധിച്ചതെന്നുള്ളത് വാസ്തവം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചിന്താഗതികൾക്ക് പോലും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 1 നടന്നത് 1784-ലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ഔട്ട് ചെയ്ത് നോക്കാം. 84-ലാണ്. അന്ന് സംഭവിച്ചെന്താണെന്ന് അറിയാവോ? മാസ് പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റീം എഞ്ചിൻ പവറും നൂൽക്കുന്ന അല്ലെങ്കിൽ വീവിംഗ് മെറ്റീരിയൽസുമാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 1
ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 2 തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയം എത്രയാണെന്നറിയാമോ? 1870, ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ മാസ് പ്രൊഡക്ഷൻ, അസംബ്ലി ലൈൻ ആൻഡ് ഇലക്ട്രിക്കൽ എനർജി എന്നിവയുടെ കണ്ടുപിടുത്തങ്ങളും ഒരുപാട്, മാസ് പ്രൊഡക്ഷൻ, കാർ കൺവെയർ സിസ്റ്റത്തിലൂടെ, അസംബ്ലി ലൈനിലൂടെ കാറുകൾ ഇങ്ങനെ, ഓട്ടോമൊബൈൽസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കി കഴിഞ്ഞ സമയത്ത് വലിയ പ്രകമ്പനങ്ങൾ, ലോകത്തിന്റെ ട്രാൻസ്പോർട്ടേഷനിൽ വലിയ ചിന്താഗതിയിലെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ സമയത്ത് രാജ്യം ഭയങ്കരമായിട്ട് വളർന്നു. അങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 2 സംഭവിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 3 എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ്. നമ്മുടെ BSNL പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ കമ്പനികൾ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഓട്ടോമേഷൻ, കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ചിട്ടുള്ള കൂടുതൽ ഓട്ടോമേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 3 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1969 വരെ കാത്തു നിന്നു എന്നുള്ളതാ. 1969 എന്ന് പറയുന്നത് എഗെയിൻ 100 വർഷം കാത്തു നിന്നു. ഇനി അവിടെ നിന്ന് നമ്മൾ ഇന്ന് പ്രസന്റ്ലി നമ്മൾ എൻജോയ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4 എന്താണെന്ന് അറിയാവോ? സൈബർ സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് റോബോട്ടിക്സ് എന്ന് തുടങ്ങിയ നെക്സ്റ്റ് ലെവൽ ഓട്ടോമേഷൻ ആണ്. ആ നെക്സ്റ്റ് ലെവൽ ഓട്ടോമേഷനിലേക്ക് ലോകം കാലെടുത്ത് വയ്ക്കുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4ന്റെ ഭാഗമായിട്ട്. അതാണ് ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. പക്ഷേ നിങ്ങളോട് ഞാൻ ഈ 4 ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ച് പറയാൻ, നേരത്തെ ഓരോ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഏകദേശം 100 വർഷത്തോളം എടുത്തു അടുത്ത വെർഷൻ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പൊ സംഭവിക്കുന്ന ലാസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ പറയുന്ന കമ്പ്യൂട്ടർ ഓട്ടോമേഷനിൽ നിന്ന് സൈബർ സെക്യൂരിറ്റി സിസ്റ്റംസും ഇന്റർനെറ്റ് ഓഫ് തിങ്സും അല്ലെങ്കിൽ റോബോട്ടിക്സും അടങ്ങുന്ന പുതിയ ഓട്ടോമേഷൻ സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ വളരെ ചുരുങ്ങിയ കാലഘട്ടമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന അടുത്ത ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 5. ഞാൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 5 നിങ്ങൾ സൂം ഔട്ട് ചെയ്ത് നോക്കിക്കോ. സംഭവിക്കാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട ഏരിയകൾ, ആൾക്കാർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട ഏരിയകൾ. വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം വി വിൽ സ്റ്റാർട്ട് ടു എക്സ്പീരിയൻസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 5. ഇൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 5 ഇൻ എനർജി, വാട്ടർ ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും എനർജിയുമാണ്, ആഹാരവും എനർജിയുമാണ് നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലെ ഫസ്റ്റ് 3 കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കിയിട്ടാണ് ആമസോണോ അല്ലെങ്കിൽ റിലയൻസോ ഒക്കെ സാധാരണക്കാരന്റെ കച്ചവടത്തിലെ കണ്ണുവെച്ച് തുടങ്ങിയത് എന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. റിലയൻസ് റീറ്റെയിൽ തുടങ്ങിയത് എന്താ? സാധാരണക്കാരന്റെ ഗ്രോസറി ഷോപ്പിലെ കണ്ണ് വെച്ചിട്ടാണ് റിലയൻസ് റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ ഓർക്കണം. ഈ റിലയൻസ് റീറ്റെയിലിന് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 5 എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അറിയാമായിരുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൻ പുറത്തെ കച്ചവടക്കാർ ചെയ്യുന്ന ഈ ബിസിനസ് റിലയൻസ് കോപ്പി ചെയ്യാൻ പോകുന്നത്. അതിന്റെ കോർപ്പറേറ്റ് ഡിസഡ്വാൻറ്റേജിനെ കുറിച്ച് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്, അത് വേറൊരു ടോപ്പിക് ആയതുകൊണ്ട് ആ കോർപ്പറേറ്റ് ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഫേസ് ചെയ്യും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് BSNL ഉണ്ടായിരുന്ന സമയത്തും ഇപ്പോൾ റിലയൻസ് ജിയോ വന്ന സമയത്തും എന്ത് ചേഞ്ച് ഉണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾ നോക്കി ഫിനാൻഷ്യലി എന്ത് ചേഞ്ച് ഉണ്ടായി എന്ന് നിങ്ങൾ നോക്കിക്കോ. അങ്ങനെ വലിയൊരു ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു. റിലയൻസ് റീറ്റെയിൽ മാത്രമല്ല, കാഞ്ഞിരപ്പള്ളി പോലും റിലയൻസ് ട്രെൻഡ്സ് ഉണ്ടെന്നുള്ളതാ വാസ്തവം. റിലയൻസ് ട്രെൻഡ്സ് കാഞ്ഞിരപ്പള്ളിയിൽ വന്നു. ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ കൂടെയാണ് കാഞ്ഞിരപ്പള്ളിയുടെ എന്താ പറയാ സാധാരണ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ മത്സരിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഈ റിലയൻസ് ട്രെൻഡും റിലയൻസ് റീറ്റെയിലും ഒരു സാധാരണ പ്രസ്ഥാനമായി കഴിയുന്ന സമയത്ത് ഇന്ത്യയുടെ കംപ്ലീറ്റ് സമ്പത്തും 1-2 ബിസിനസ് ആൾക്കാരിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് വളർന്നു വരുന്നു. അതുകൊണ്ട് അത് വേറെ ടോപ്പിക്കാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആ ഒരു അവസ്ഥയിൽ പോലും റിലയൻസ് എന്ന് പറഞ്ഞാൽ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി ആയിരുന്നു. പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്യൂരിഫിക്കേഷൻ ഇൻഡസ്ട്രി ആയിരുന്നു. അവർക്ക് മനസ്സിലായി പെട്രോളിയം പ്യൂരിഫിക്കേഷൻ ഇൻഡസ്ട്രിയിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ വളരാൻ സാധിക്കില്ല. അവർ നേരെ ടെലികമ്മ്യൂണിക്കേഷനാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ടർ. ടെലികമ്മ്യൂണിക്കേഷനിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തു. ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രം ഗ്രോ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവരെന്താ ചെയ്തെന്ന് അറിയാമോ? നമ്മുടെ സാധാരണക്കാരന്റെ വീട്ടിന്റെ ചുറ്റത്തുള്ള ചെറിയ ചെറിയ ഗ്രോസറി കടയില്ലേ, ചെറിയ ചെറിയ തട്ടുകടയില്ലേ, ചെറിയ ചെറിയ കടകളില്ലേ, അവരുടെ ബിസിനസിന്റെ മേജർ ഷെയർ റിലയൻസിന് എടുക്കാൻ പറ്റിയാൽ സാധാരണക്കാരന്റെ പോക്കറ്റിനെ കണ്ണു നട്ട് കഴിഞ്ഞാൽ മാത്രമേ റിലയൻസിന് ഗ്രോ ചെയ്യാൻ പറ്റൂ എന്ന് ഈ പറഞ്ഞ റിലയൻസ് മനസ്സിലാക്കിയത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 5ന്റെ വരവിനെ മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ്. അതുകൊണ്ടാണ് ആമസോൺ ന്യൂയോർക്കിൽ ഇരുന്നിട്ട് ഇവിടെ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ആണ് വളരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നട്ഷൽ ഇത്രയേ ഉള്ളൂ. സാധാരണക്കാരന്റെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് മാറാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് ഒരു കോർപ്പറേറ്റ് കമ്പനി ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ്. ന്യൂഡൽഹിയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ബോംബെയിലോ ഇരുന്നിട്ട് കാഞ്ഞിരപ്പള്ളിക്കാരന്റെ മാനസികാവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനേക്കാൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ചുറ്റുപാടുകളിലെ ആൾക്കാരുടെ ട്രെൻഡ് ചേഞ്ചിങ്, അവരുടെ റിക്വയർമെന്റ്, അവരുടെ
സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാൻ സാധിച്ച് സാധാരണക്കാരന്റെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചറിൽ നിങ്ങൾക്കൊരു ബിസിനസ് മോഡലായിട്ട് മാറ്റിയെടുക്കാൻ, എക്സ്പെൻഡിച്ചറിന്റെ ഭാഗം നിങ്ങളുടെ ബിസിനസ് മോഡലിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും വളരെ പ്രധാനമായിട്ട് പറയുന്നത് വെള്ളം, ആഹാരം ആണ്, എനർജി, വാട്ടർ ആൻഡ് ഫുഡ്. ഹെൽത്ത് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഫുഡ്. ഈ രണ്ട് സാധനങ്ങളും, ഈ മൂന്ന് സാധനങ്ങളുമാണ് നാളെയുടെ ഇന്ത്യൻ സിസ്റ്റത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്ന, ലോകത്തിന്റെ എക്കണോമിയെ കൈകാര്യം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടുകളിലെ ഈ പോസിറ്റീവ്, ഈ നാച്ചുറൽ ആയിട്ടുള്ള സിസ്റ്റംസ് യൂസ് ചെയ്ത് എങ്ങനെ ഒരു പുതിയ ബിസിനസ് മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ സാധിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി തരുന്ന വേറൊരു വ്യക്തിയുടെ പേരാണ് മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടറായ ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സ് ആണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കർഷകൻ എന്നുള്ളത് നിങ്ങൾക്കറിയോ? ബിൽ ഗേറ്റ്സിന് അമേരിക്കയിലെ 2,68,984 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. ബിൽ ഗേറ്റ്സിന്റെ ഒരു ഐഡിയ എന്താണെന്നറിയാവോ? ബിൽ ഗേറ്റ്സ് ഒരു വലിയ ഫാമിംഗ് സീരീസ് ചെയ്യാൻ പോകുന്നു. ഈ ഫാമിംഗ് സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്റ്റേറ്റുകളിലായിട്ടാണ് അദ്ദേഹം ലാൻഡ് അക്വയർ ചെയ്തിട്ടുള്ളത്. ഈ ലാൻഡ് അക്വയർ ചെയ്തിട്ട് അന്ന് അദ്ദേഹത്തെയാണ് ലോകത്തെ ഏറ്റവും വലിയ കർഷകനായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഐഡിയ എന്താണെന്നറിയാവോ? ഈ സാധാരണക്കാരായ ആൾക്കാരിൽ ചെറിയ ഐഡിയാസ് ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം നാച്ചുറൽ ആയിട്ട് നമുക്ക് മീറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ? നാച്ചുറൽ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയോ പശുവിൽ നിന്നോ കിട്ടുന്ന മീറ്റ് അല്ല, വെജിറ്റേറിയൻ മീറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഡെവലപ്പ് ചെയ്തെടുത്തതായിട്ട് ഇന്നലെ ഒരു മെസ്സേജ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്, IEDCയുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന മീറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടെക്നോളജി അതുപോലെയുള്ള ഒരുപാട് സ്വപ്നങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന പുതിയ അഗ്രികൾച്ചർ സെക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തെ ഏറ്റവും വലിയ ധനവാനായിരുന്ന, ഏറ്റവും വലിയ കമ്പ്യൂട്ടർ കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്ത, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടറായ ബിൽ ഗേറ്റ്സിന് പോലും അവിടെ നിന്ന് വിട്ടിട്ട്, ബിൽ ഗേറ്റ്സിന്റെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഈ ഏജ്ഡ് കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പുതിയ സ്വപ്നങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹം ഓടിക്കൊണ്ട് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ മനസ്സ് അതിന്റെ പുറകിലാണ് എന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ യുവത്വത്തിന് എന്തൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചുമ്മാ അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇത് നമ്മുടെ മുന്നിലുള്ള കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇത് നമ്മുടെ മുന്നിലുള്ള റിക്വയർമെന്റ് ആണ്. ഇത് നാളെയുടെ നിലനിൽപ്പ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്തൊക്കെയായാലും അങ്ങനെ ചെറിയൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമുക്ക് ബിസിനസ്സുകളെ കുറിച്ച് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങാൻ പറ്റുന്ന കാലഘട്ടമാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിന് നമ്മൾ ഏത് രീതിയിലും നമ്മുടെ ചുറ്റുപാടുകളെ വളർത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്മോൾ സ്കെയിൽ ബിസിനസ് ഇൻഡസ്ട്രീസ് ഉള്ള ഒരു, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈറോഡ് എന്ന ഒരു പോയിന്റിനെ ഞാൻ എടുക്കുകയാണ്. ഈറോഡ് വളരെ ഫേമസ് ടെക്സ്റ്റൈൽ മെറ്റീരിയൽസിനും ടെർമറിക്കിനും, മഞ്ഞളിലും ആണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലം. ഈറോഡിൽ നിന്ന് 59 കിലോമീറ്റർ, നോട്ട് ഏരിയൽ ഡിസ്റ്റൻസ്, ഇറ്റ് ഇസ് റോഡ് ഡിസ്റ്റൻസ്. റോഡിൽ കൂടെ ട്രാവൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നാമക്കല്ലിൽ എത്താൻ പറ്റും. നാമക്കല്ല് ഫേമസ് ആയിട്ടുള്ളത് പൗൾട്ടറി ബിസിനസ്സിലാണ്, കോഴി കച്ചവടത്തിലാണ്. എഗെയിൻ ഈറോഡിൽ നിന്ന് 64 കിലോമീറ്റർ ബൈ റോഡ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ സേലം എത്തും. സേലത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ഹബ്ബാണ്. ഒരുപാട് ഫൗണ്ടറിയും അല്ലെങ്കിൽ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സേലം. എഗെയിൻ ഈറോഡിൽ നിന്ന് തിരുപ്പൂരിലേക്ക് ബൈ റോഡ് ട്രാവൽ ചെയ്യണമെങ്കിൽ വെറും 55 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. തിരുപ്പൂർ എന്ന് പറയുന്നത് ബനിയൻ ടെക്സ്റ്റൈൽ മെറ്റീരിയൽസിന് ഫേമസ് ആണ്, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ദെൻ ഈറോഡിൽ നിന്ന് കരൂർ വരെ ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ 66 കിലോമീറ്ററേ ഉള്ളൂ. കരൂർ ഈസ് വെരി ഫേമസ് ഫോർ ബോഡി ബിൽഡിംഗ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈറോഡിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ 100 കിലോമീറ്ററേ ഉള്ളൂ. 100 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ അവിടെ സോഫ്റ്റ്വെയർ പാർക്കുകളുടെയും അല്ലെന്നുണ്ടെങ്കിൽ പമ്പ് മാനുഫാക്ചറിങ്ങിന്റെയും ഹബ്ബാണ് കോയമ്പത്തൂർ. ഇത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ചെയ്യാം. നിങ്ങൾ ഈറോഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഈറോഡിൽ നിന്ന് നമുക്ക് ശിവകാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ക്രാക്കേഴ്സിന്റെയും പ്രിന്റിങ്ങിന്റെയും ഒക്കെ ഹബ്ബാണ്. അങ്ങനെ തമിഴ്നാടിനെ ലൊക്കാലിറ്റി ബേസ്ഡ് ഒരു വലിയ കൾച്ചർസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ യുവാക്കൾക്കും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും സാധിച്ചു എന്നുള്ളത് നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ജിയോഗ്രാഫിക്കൽ ഇൻഡെക്സ് ഉള്ള നമ്മുടെ വാഴക്കുളത്ത് നോക്കിക്കഴിഞ്ഞാൽ പൈനാപ്പിൾ കൾട്ടിവേഷൻ ഉണ്ട്. പൈനാപ്പിൾ കൾട്ടിവേഷന്റെ ബേസിൽ കൾട്ടിവേഷനിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് എത്ര ഇൻഡസ്ട്രി അവിടെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കണം. അവിടെ നിൽക്കരുത്. നമ്മൾ ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞ് ലോകം തന്നെ ഉറ്റുനോക്കുന്ന കണ്ണാടി ഡെവലപ്പ് ചെയ്യുന്നത് ആറന്മുളയിലാണ്. ആറന്മുള കണ്ണാടി ജിയോഗ്രാഫിക്കൽ ഇൻഡെക്സ് കിട്ടിയിട്ടുള്ള ആറന്മുള കണ്ണാടിയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ? അങ്ങനെ കേരളത്തിന് തനതായ കേരളത്തിന്റെ ചുറ്റുപാടുകളെ യൂസ് ചെയ്ത് ആ എക്കോസിസ്റ്റത്തിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത് ഇന്നിന്റെ യുവത്വത്തിന്റെ ആവശ്യമാണ്.
ഇന്നിന്റെ യുവത്വത്തിന്റെ ആവശ്യത്തിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും കപ്പാസിറ്റിയെ കുറിച്ചാണ്. ഇന്ന് ഞാൻ കപ്പാസിറ്റിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാവോ? രാജപാളയം, നിങ്ങൾക്ക് അറിയാമായിരിക്കും, രാജപാളയം എന്ന അല്ലെങ്കിൽ മധുരയ്ക്കടുത്ത ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ശിവ അണ്ണാദുരൈ. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ശിവ അണ്ണാദുരൈയുടെ സ്പീച്ച് കേൾക്കണം. ശിവ അണ്ണാദുരൈ 14-ാമത്തെ വയസ്സിൽ അപ്പനും അമ്മയ്ക്കും അമേരിക്കയിൽ ജോലി കിട്ടിയത് കാരണം 14-ാമത്തെ വയസ്സിൽ സ്വിച്ച് ചെയ്ത് അമേരിക്കയിലോട്ട് പോയി കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിലെ മെയിലിംഗ് സെക്ഷനിലായിരുന്നു. മെയിലിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ലൈബ്രറിയിലേക്ക് വരുന്ന ലെറ്ററുകൾ അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മ അത് സോർട്ട് ചെയ്ത് ആ റെസ്പെക്റ്റീവ് ആൾക്കാരെ ഏൽപ്പിക്കണം. ലൈബ്രറിയിലുള്ള ലെറ്ററുകൾ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ഈ മെയിലിംഗ് സെക്ഷനിലേക്ക് അയക്കും. അവിടെ നിന്ന് അമ്മ ഇത് സോർട്ട് ചെയ്തിട്ട് വരുന്ന പോസ്റ്റ്മാന്റെ കയ്യിൽ കൊടുത്തയക്കണം. അതാണ് ജോലി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മകൻ അമേരിക്കയിൽ പഠിച്ചിട്ട് സ്കൂളിൽ പഠിച്ചിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയാവോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ദിവസം വൈകിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ഒരുപാട് പരതി വളരെ ടഫായിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ് കണ്ടപ്പോൾ അമ്മ ശിവ അണ്ണാദുരൈക്ക് ഒരു ചെറിയ മോഹം, എന്റെ അമ്മയുടെ ഇത്രയും വലിയ എഫേർട്ട് ചെയ്യുന്നില്ല, അമ്മയ്ക്ക് എന്ത് സഹായം എനിക്ക് ചെയ്യാൻ പറ്റും? അദ്ദേഹം 1500 ലൈനുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇമെയിൽ എന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ഒരു ഇന്ത്യക്കാരനാണ്. അമേരിക്കയിൽ വെച്ച് ചെയ്തു എന്നുള്ളത് മാത്രമേ സത്യം. സർട്ടിഫിക്കറ്റ് ഓഫ് കോപ്പിറൈറ്റ്, അദ്ദേഹത്തിന്റെ ഇമെയിലിനുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് കോപ്പിറൈറ്റ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇമെയിൽ കണ്ടുപിടിച്ചത്. ഈ ലോകത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തില് ഡ്രാസ്റ്റിക്കൽ ചേഞ്ച് ഉണ്ടാക്കിയത് ഒരു ഇന്ത്യക്കാരനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റി. അതാണ് നളന്തയിൽ നിന്നും തക്ഷശിലയിൽ നിന്നും ഓരോ ഇന്ത്യക്കാരനും നേടിയെടുത്ത എനർജിയുടെ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമെന്ന് നിങ്ങൾ ഓർത്തോണം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാൻ വാട്സാപ്പോ അതുപോലെയുള്ള എന്ത് സിസ്റ്റംസ് ഉണ്ടാക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഫണ്ടമെന്റൽ തോട്ട്സ് കിട്ടിയത് ഈ പറയുന്ന ഇമെയിലിൽ നിന്നാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ഇമെയിലിൽ ഷെയർ ഒന്നുമില്ല, മൾട്ടിനാഷണൽ കമ്പനികൾ കൊണ്ടുപോയി അവർ ബിസിനസ് ചെയ്യുന്നു, അത് വേറെ കാര്യം, അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്റെ വോയിസ് കേൾക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും ഓരോ ഇന്ത്യക്കാരന്റെയും കപ്പാസിറ്റി എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ചുറ്റുപാടുകളിലെ ഓപ്പർച്യൂണിറ്റീസ് കൃത്യമായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു തോട്ട് പ്രോസസ്, സ്വപ്നം, നിങ്ങളുടെ ഒരു വൈകാരികമായ നമ്മുടെ കുടുംബത്തിന്റെ വളർച്ചയുടെ വൈകാരികത നമ്മളുടെ ചിന്താഗതിയുടെ ഭാഗമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ തുടങ്ങും ഇന്ത്യയുടെ വളർച്ച. പക്ഷെ ഞാൻ പറയും അവിടെ തുടങ്ങും നമ്മുടെ കുടുംബത്തിന്റെ വളർച്ച. ഒരു ഇന്ത്യൻ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയുടെ 4 യുവാക്കൾ ചേർന്നിട്ട് വെറുതെ ഒന്ന് ചിന്തിച്ചു. എന്താ ചിന്താഗതി എന്നറിയാവോ? എന്തുകൊണ്ട് ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ട് ഇന്ത്യക്ക് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ വീറ്റോ പവറുള്ള പെർമനന്റ് മെമ്പർഷിപ്പ് കിട്ടുന്നില്ല? അവർ 3 പേരും കൂടെ ചിന്തിച്ചെടുത്ത 3 കാര്യങ്ങൾ ഇങ്ങനെയാണ്. സ്പേസിൽ നിന്നിട്ട് ന്യൂയോർക്കിനെ വിറപ്പിക്കാൻ തക്കതായ രീതിയിലുള്ള മിസൈൽ ടെക്നോളജി, ഡിഫൻസ് ടെക്നോളജി ഇന്ത്യക്കില്ല. സ്പേസിൽ നിന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളെ വിറപ്പിക്കാൻ തക്ക രീതിയിലുള്ള സ്പേസ് റിസർച്ച് ഡേറ്റാബേസ് ഇന്ത്യയുടെ കയ്യിലില്ല. ഒരു ദിവസം ഒരാളിന് യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജിയുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഇന്ത്യക്കാരന് അമേരിക്കക്കാരനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന 3 പേരും കൂടെ കൂടിയിരുന്ന് എന്താ ആലോചിച്ചു, 3 യുവാക്കൾ കൂടിയിരുന്ന് എന്താ ആലോചിച്ചെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഈ ചേഞ്ചിന് നമുക്ക് ഭാഗമാകാൻ പറ്റുമോ? അവർ 3 പേരും കൂടെ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇന്ത്യയുടെ സ്പേസ് റിസർച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കാം എന്ന് ആ 3 പേരിൽ ഒരാൾ പറഞ്ഞു. ആളിന്റെ പേരെന്താണെന്ന് അറിയാവോ? ജസ്റ്റ് മിനിറ്റ് ഞാൻ പറയാം. രണ്ടാമത്തെ ആള് ഇത് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഇന്ത്യയുടെ സ്പേസ് റിസർച്ച്, ഇന്ത്യക്ക് മിസൈൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കാം എന്ന് പറഞ്ഞ ആളിന്റെ പേരാണ് അബ്ദുൽ കലാം. മൂന്നാമതൊരാളുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു, ഹോമി ബാബ ഉണ്ടായിരുന്നു. ഹോമി ബാബ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റംസിനെ കുറിച്ച് ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ട്രൈ ചെയ്ത ആളിന്റെ പേരാണ് ഹോമി ബാബ. വിക്രം സാരാഭായി ആണ് സ്പേസ് റിസർച്ചിന് വേണ്ടി തോട്ട് പ്രോസസ് വർക്ക്ഔട്ട് ചെയ്തത്. അങ്ങനെ 3 യുവാക്കളായിട്ട് ചേർന്ന് വർക്ക് ചെയ്ത് തുടങ്ങി. ഹോമി ബാബ സ്പേസ് അറ്റോമിക് എനർജി റിസർച്ചിലേക്ക് പോയി. സ്പേസ് റിസർച്ചിലേക്ക് വിക്രം സാരാഭായി വന്നു. വിക്രം സാരാഭായിയുടെ കൂടെ ഇരുന്നിട്ട് നമ്മുടെ അബ്ദുൽ കലാമും വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ഇന്ത്യയുടെ സ്പേസ് റിസർച്ചിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളത് ഭാഗം പേര്. ഞാൻ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ രണ്ടാമത് പറയാം. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ഇന്ത്യയെ ഡെവലപ്പ് ചെയ്തത്, ഇന്ത്യയുടെ ഡെവലപ്മെന്റ്
എന്താണെന്നറിയാവോ? 104 ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളെ ഒന്നിച്ച് ലോഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ലോകത്തിന്റെ മുന്നിൽ തെളിയിച്ചു കൊടുത്തത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണെന്ന് ഓർത്തോണം. അതിന് താഴെ നിൽക്കണമെന്ന് അറിയാവോ? USSR ഉണ്ടായിരുന്ന സമയത്ത് USSRന്റെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വെറും 36 സാറ്റലൈറ്റിനാണ് അറ്റ് എ ടൈം സ്പേസിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആ വലിയ രീതിയിൽ ഇന്ത്യയുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നത് ഈ 3 യുവാക്കളുടെ ചിന്താഗതികളുടെ ഔട്ട്പുട്ട് ആണ്, അല്ലെങ്കിൽ ആ 3 യുവാക്കളിൽ ഒരാളായിരുന്ന വിക്രം സാരാഭായുടെ തോട്ട് പ്രോസസിന്റെ ഔട്ട്പുട്ട് ആണെന്ന് നിങ്ങൾ ഓർത്തോണം. ഒരു ഓട്ടോറിക്ഷ ചാർജിനേക്കാൾ ചീപ്പായിട്ട് മാർസിലേക്ക് ഒരു സ്പേസ് ഷട്ടിൽ അയക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്റെ ഇന്ത്യക്കാണ് എന്നുള്ളതിന് അതിന്റെ ഒരു അഹങ്കാരം എന്താണെന്നറിയാമോ? അത് ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാഗമാണ് എന്ന തോന്നലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ തീർന്നില്ല. അങ്ങനെ ഹോമി ബാബ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഹോമി ബാബയ്ക്ക് ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കണം. ന്യൂക്ലിയർ റിയാക്ടറിലാണ് ന്യൂക്ലിയർ ഫിഷൻ ഉണ്ടാകുന്നതും ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതും. അങ്ങനെ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കണമെങ്കിൽ ഇന്ത്യക്ക് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ആവശ്യമുണ്ട്. ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നോളജി ഇന്ത്യക്കില്ല. അന്ന് കാലഘട്ടം മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. അപ്പൊ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അന്ന് 2 സയന്റിസ്റ്റുകൾ DRDOയിലെ 2 സയന്റിസ്റ്റുകളായിട്ട് ചേർന്നിട്ട്, ഒന്ന് അബ്ദുൽ കലാമും ഒന്ന് അരുണാചലം എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരനും കൂടെ ചേർന്നിട്ട് അമേരിക്കയ്ക്ക് ഒരു നയതന്ത്ര ലെറ്റർ എഴുതി, ഡിപ്ലോമാറ്റിക് ലെറ്റർ പോസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, വി വുഡ് ലൈക്ക് ടു ഹാവ് എ ഡിസ്കഷൻ വിത്ത് യു. അവര് ഡിസ്കഷന് വേണ്ടി വിളിച്ച സമയത്ത് അന്നത്തെ ഫോറിൻ സെക്രട്ടറി വാഷിംഗ്ടണിൽ വെച്ചിട്ട് ഇവർ തന്നിറങ്ങിയോടെ ഇവരോട് പറഞ്ഞു, വി ആർ റെഡി, വി ആർ ഓർഗനൈസിംഗ് എ ഗുഡ് ഡിന്നർ ഫോർ യു. ഡ്യൂറിംഗ് ദാറ്റ് ഡിന്നർ നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം. ആ ഡിന്നറിന്റെ സമയത്ത് ഈ ഫോറിൻ സെക്രട്ടറി എന്താ പറഞ്ഞതെന്ന് അറിയാവോ? ഐ ആം സോ സോറി, വി ആർ റെഡി ടു ഹോസ്റ്റ് യു ഗുഡ് സിറ്റുവേഷൻ, സോ പ്രൊവൈഡ് യു ഗുഡ് ഹോസ്റ്റ്. പക്ഷേ സൂപ്പർ കമ്പ്യൂട്ടർ ടെക്നോളജി ഇന്ത്യക്ക് തരാൻ സാധിക്കില്ല. അത് സൂപ്പർ കമ്പ്യൂട്ടർ ടെക്നോളജി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റും. ആറ്റം ബോംബ് ഉണ്ടായി കഴിഞ്ഞാൽ സെക്യൂരിറ്റി പ്രോബ്ലംസ് വരും. അതുകൊണ്ട് സൂപ്പർ കമ്പ്യൂട്ടർ ടെക്നോളജി തരാൻ പറ്റില്ല. ഒരുപക്ഷെ അബ്ദുൽ കലാമിന്റെ ചിന്ത ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാകും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞാൻ ന്യൂഡൽഹിയിൽ ഇരുന്നോ പറയാമായിരുന്നില്ല. ഞാൻ എന്തിന് ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് നിങ്ങളുടെ എന്റെ സമയം കളയണം എന്നൊരു പക്ഷേ അബ്ദുൽ കലാമിന് തോന്നിക്കാണും. പക്ഷെ അബ്ദുൽ കലാമിന്റെ മനസ്സിൽ ഒരു തോന്നൽ കൂടെ ഉണ്ടാക്കി. ഈ പറയുന്ന ലോകത്തിന്റെ പോലീസുകാരനായ അമേരിക്കക്കാര് നമ്മൾ ഇന്ത്യക്കാരെ 130 കോടി ജനങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇന്റലക്ച്വൽ പവർ പ്രൂവ് ചെയ്യേണ്ടത് നമ്മളുടെ കഴിവാണ്. തിരിച്ചവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനോട് വിളിച്ചു പറഞ്ഞു, വി ആർ കമ്മിങ് ബാക്ക് ടു പൂനെ. ഇന്ത്യയിലെ ബെസ്റ്റ് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിനെ അവിടെ അറേഞ്ച് ചെയ്ത് നടത്താൻ പറഞ്ഞു. വൈകാരികമായിട്ട് അവരോട് സംസാരിക്കുന്നതിന് വേണ്ടി കൂടെയാണ് അബ്ദുൽ കലാം അത് പറഞ്ഞത്. ഇന്ത്യയിലെ 14 സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് 14 പേരെ പൂനെ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് അബ്ദുൽ കലാം അഡ്രസ് ചെയ്തു. എന്താ പറഞ്ഞെന്നറിയാവോ? നമ്മൾ ഇന്ത്യക്കാരെ ഈ പറയുന്ന ലോകത്തിന്റെ പോലീസുകാരൻ കളിയാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്വമാണ്. You don't worry about how much money you want. You just think നമുക്കൊരു സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യണം. അതിന്റെ ഔട്ട്പുട്ട് ആണ് പരം 10,000 എന്ന ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. അതിലെ എന്റെ പേഴ്സണൽ അഹങ്കാരം എന്താണെന്ന് അറിയാവോ? അന്ന് ലോകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെക്കാൾ 20 മടങ്ങ് പ്രോസസിംഗ് സ്പീഡ് കൂടുതലുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെടുക്കാൻ എന്റെ നാട്ടിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ വോയിസ് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ഇന്ത്യയിലെ ഓരോ യുവാക്കളുടെയും കപ്പാസിറ്റി അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം. നമുക്ക് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായി വരുന്ന സമയത്ത്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായി വരുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കട്ടെ. ഇന്ത്യയുടെ എക്കണോമിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്ത ഒരു കൺസെപ്റ്റ് എന്താണെന്നറിയാവോ? അന്നത്തെ ഗവൺമെന്റ് എംപ്ലോയീസ് സാധാരണ ചെയ്തിരുന്നത് റിട്ടയർമെന്റിന്റെ സമയത്ത് കിട്ടുന്ന ഗ്രാറ്റുവിറ്റിയും പ്രോവിഡന്റ് ഫണ്ടും ഒരു ബൾക്ക് എമൗണ്ട് യൂസ് ചെയ്തിട്ട് വീട് വയ്ക്കുമായിരുന്നു. അതുവരെ ചെറിയ വീട്ടിലോ അല്ലെങ്കിൽ വാടക വീട്ടിലോ താമസിച്ചിരുന്ന ആൾക്കാരായിരുന്നു. എന്റെ വീട്ടിലും അത് തന്നെയാണ് കൃത്യമായിട്ടും സംഭവിച്ചത്. പക്ഷേ രാജീവ് ഗാന്ധി ചെയ്തത് എന്താണെന്നറിയാമോ? രാജീവ് ഗാന്ധി ഒരു സിസ്റ്റം അനൗൺസ് ചെയ്തു. സിസ്റ്റം എങ്ങനെയാണ്? നിങ്ങൾ ഹൗസിംഗ് ലോണായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ വേവ് ചെയ്ത് തരാം. സാലറീഡ് പേഴ്സൺസിന്റെ ഇൻകം ടാക്സിൽ ഞങ്ങൾ വേവ് ചെയ്ത് തരാം. അങ്ങനെ ഇൻകം ടാക്സിൽ ഒരു ചെറിയ വേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാവോ? അതിന്റെ ചിന്ത, അതിന്റെ ബാക്ക് ബ്രെയിൻ ഇതായിരുന്നു. അതുപോലെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സ് ആണ് ഈ ലോകത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഇന്ന് ഇന്ത്യക്ക് ഉയർന്നു നിൽക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാവോ? ഒരു സെർട്ടൺ പെർസെന്റേജ് ഇൻകം ടാക്സ് വേവ് ചെയ്ത് കൊടുത്ത സമയത്ത് എല്ലാവരും ബാങ്കിൽ പോയിട്ട് ഹൗസിംഗ് ലോണുകൾ എടുക്കാൻ തുടങ്ങി. ഹൗസിംഗ് ലോണുകൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ബാങ്കിന് കാശ് ആവശ്യമായിട്ട് വന്നു. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ലൊരു മണി റൊട്ടേഷൻ അവിടെ തന്നെ സംഭവിച്ചു. പക്ഷെ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ലോക്കലി അത് എന്ത് മാറ്റം ഉണ്ടാക്കിയെന്ന് അറിയാവോ? ലോക്കലി ഉണ്ടാക്കിയ മാറ്റം
ഒരു 40 ലക്ഷം, ഞാൻ ഇന്നത്തെ രീതിയിൽ അസ്യൂം ചെയ്യണം, 40 ലക്ഷം രൂപയുടെ ഒരു വീട് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു പക്ഷേ 20 ലക്ഷം രൂപയുടെ കാശ് ലോൺ എടുത്തിരിക്കും. 20 ലക്ഷം രൂപ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഏണിങ്സിൽ നിന്നും നമ്മൾ കണ്ടെത്തി വെക്കും. എന്നിട്ട് ഈ 40 ലക്ഷം രൂപയ്ക്ക് നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിലാണ് നമ്മൾ ഒരു വീട് വെക്കുന്നത്. വീട് വെക്കുന്ന സമയത്ത് 20 ലക്ഷം രൂപയുടെ റോ മെറ്റീരിയൽസ് നമ്മുടെ വീട്ടിന് ചുറ്റും ഒരു 10 കിലോമീറ്റർ സറൗണ്ടിങ്സിലുള്ള കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. ആ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? അവിടെ ഒരുപാട് ട്രേഡിംഗ് നടക്കുന്നു. അതിന്റെ ടാക്സ് അഗൈൻ ഗവൺമെന്റിനാ പോണേ. അതുപോലെ തന്നെ സംഭവിച്ചൊരു കാര്യം എന്താണെന്നറിയാവോ? 20 ലക്ഷം രൂപയ്ക്ക് സാധനം വാങ്ങുന്നു, 40 ലക്ഷം രൂപയുടെ വീട് വയ്ക്കുന്ന സമയത്ത് 20 ലക്ഷം രൂപ സാലറി ആയിട്ട് കൊടുക്കുന്നു. ഈ സാലറി ആയിട്ട് കൊടുക്കുന്ന കാശ് എന്താണെന്നറിയാവോ? നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് ദൈനംദിന ജീവിതത്തിനുള്ള സാമ്പത്തിക മാർഗമായിട്ട് മാറുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ ഓരോ പാവപ്പെട്ട ആളുടെ കയ്യിലും കാശ് വരുമ്പോഴാണ് നമ്മുടെ ജംഗ്ഷനിലുള്ള നമ്മുടെ കവലകളിൽ ഒരുപാട് ബിസിനസ് കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് മണി റൊട്ടേഷനും ഒരുപാട് ഡെവലപ്മെന്റ്സ് കൺസെപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഒരു മാർഗം എന്താണെന്നറിയാവോ? ഇൻകം ടാക്സ് വേവ് ചെയ്യുക എന്നുള്ളത്. ഇൻകം ടാക്സ്, ഹൗസിംഗ് ലോണിന് ഇൻകം ടാക്സ് വേവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഉള്ള വളരെ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ചിന്താഗതികൾ ഉണ്ടാക്കിയെടുത്തതിന്റെ ഭാഗമാണ് ഇന്നിന്റെ ഇന്ത്യയെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഇന്നിന്റെ ഇന്ത്യയുടെ ഡെവലപ്മെന്റ്സിന് മഹാത്മാജി മുതൽ നമ്മുടെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അബ്ദുൽ കലാം വരെ നമ്മുടെ ചിന്താഗതികളിൽ ഒരുപാട് ഇൻസ്പിറേഷൻസ് തന്നിട്ടുണ്ട്. ആ ഇൻസ്പിറേഷൻസിന്റെ ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് ഡെവലപ്മെന്റ്സ്, ഞാൻ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാൻ നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങളെ ഇൻസ്പയർ ചെയ്യട്ടെ. നിങ്ങളെ ഏറ്റവും നന്നായിട്ട് സ്വപ്നം കാണുന്ന ദിവസം നിങ്ങളുടെ വീട്ടിലെ കണ്ണാടിയുടെ മിററിന്റെ മുന്നിൽ വന്ന് നിങ്ങളുടെ പ്രതിബിംബം കണ്ടിട്ട് ഒരു ജയ് ജവാൻ ജയ് കിസാൻ പറയാൻ പറ്റുന്ന ഒരുപാട്, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ദിവസം, നിങ്ങൾ നന്നായിട്ട് സ്വപ്നങ്ങൾ കാണുന്ന ദിവസം, നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ദിവസം, നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ദിവസത്ത് നിങ്ങൾ വൈകിട്ട് നിങ്ങളുടെ വീട്ടിലെ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിങ്ങളുടെ പ്രതിബിംബം കണ്ടിട്ട് ഒരു ജയ് ജവാൻ ജയ് കിസാൻ പറയാൻ പറ്റുന്ന നല്ല ദിവസങ്ങൾ ഒരുപാട് ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ ആശംസയോടുകൂടെ താങ്ക് യു വെരി മച്ച്.